ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഈ ഈ കൂട്ടത്തിൽ ആരൊക്കെയാ ഈ പറഞ്ഞ ഗവൺമെന്റ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്റ്റാഫ് നേഴ്സ് പഠിച്ചത് ഗവൺമെന്റ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അവിടെ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? അന്ത പ്രൈവറ്റിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? അന്ത പ്രൈവറ്റിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട് ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ സ്റ്റാഫ് നേഴ്സിന് പഠിക്കുമ്പോൾ ഇറ്റ്സ് പ്രൈവറ്റിൽ പഠിച്ച ആൾക്കാർക്കായാലും അന്ത ഗവൺമെന്റിൽ പഠിച്ച ആൾക്കാർക്കായാലും സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന ചോദ്യം എത്ര? കറക്റ്റ് 100 ക്വസ്റ്റ്യൻ അല്ലേ? അല്ലെ? സ്റ്റാഫ് നേഴ്സ് പ്രൈവറ്റ് പഠിച്ച ആളായാലും എന്താണ് ഗവൺമെന്റ് പഠിച്ച ആൾക്കാരായാലും നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന ചോദ്യം എത്രയാണ്? കറക്റ്റ് 100 ചോദ്യങ്ങളാ ആ മുൻപിലുള്ളത്. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ അല്ലേ അല്ലേ? എപ്പോഴെങ്കിലും ഒരു സ്റ്റാഫ് നേഴ്സ് എക്സാമിന് പോയിട്ട് ഈ പറഞ്ഞ ഇത് കറങ്ങി കുത്തിയിട്ടുണ്ടോ? ഒരു ചോദ്യം പോലും അറിയാതെ സ്റ്റാഫ് നേഴ്സ് ഏതെങ്കിലും ഒരു എക്സാമിന് പോയിട്ട് മൊത്തം കറങ്ങി കുത്തിയിട്ടുണ്ടോ? ഉണ്ടോ അവിടെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. പക്ഷെ ഇനി വരാൻ പോകുന്ന എക്സാമിന് അങ്ങനെ കറങ്ങിക്കുത്തിന് കാര്യമുണ്ടോ? ഇനി വരാൻ പോകുന്ന എക്സാം, ആ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സാം ഉണ്ടോ? പിന്നെ അടുത്ത 2 വർഷത്തെ ഇവർ എക്സാം ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ വരാൻ പോകുന്ന DMEയും ആൻഡ് RRB എല്ലാം നന്നായി സീരിയസ് ആയി കാണുന്നവർക്ക് മാത്രമേ അത് നേടാനുള്ള ചാൻസസ് കൂടുതലായിട്ടുള്ളൂ. ശരിയല്ലേ? ഇല്ല, അതിനെല്ലാം സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ എപ്പോഴും അത് നേടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ളത്. നിങ്ങളുടെ ലെവൽ ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ എന്താണ് കപ്പാസിറ്റി, പഠിക്കുന്ന രീതി എങ്ങനെ വേണം ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറയുമ്പോൾ കൃത്യമായി പഠിക്കും. ഇതുവരെയായിട്ട് ഒരു സ്റ്റാഫ് നേഴ്സ് ജോലിക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇതുവരെയായിട്ട് ഒരു സ്റ്റാഫ് നേഴ്സ് ജോലിക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സത്യം പറയണം. ഉണ്ടോ അവിടെ? ഉണ്ടോ? ഉണ്ടായിരിക്കും അല്ലെ? ഉണ്ടായിരിക്കും. ഇതുവരെയായിട്ട് സ്റ്റാഫ് നേഴ്സ് ജോലിക്ക് പോകാത്ത ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. ഇനി ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ, ഈ പറഞ്ഞ അബ്രോഡുള്ള ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കും. പലർക്കും ഇത് ലാസ്റ്റ് ചാൻസ് ആയിരിക്കും, പലർക്കും ഫസ്റ്റ് ചാൻസ് ആയിരിക്കും. അങ്ങനെയുള്ള പല തരത്തിലുള്ള കുട്ടികൾ ഇതിനകത്തുണ്ട്. ശരിയല്ലേ? പലർക്കും ഇത് അവസാന ചാൻസ് ആയിരിക്കും, പലർക്കും ഫസ്റ്റ് ചാൻസ് ആയിരിക്കും. അതുകൊണ്ടോ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാർ ഇതിന്റെ അകത്ത് ഉണ്ടായിരിക്കും. ഏറ്റവും അവസാന ചാൻസ് ഇതല്ലെങ്കിൽ വേറൊരു പരീക്ഷ ഇല്ല എന്നുള്ള ആൾക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. സോ ഞാൻ പറയും പോലെ അത് കൃത്യമായി തന്നെ പഠിക്കുക. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ദ പീഡിയാട്രിക് നഴ്സിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ്. സ്റ്റാർട്ടിങ് തന്നെ ഡിസോർഡറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ദ പീഡിയാട്രിക് നഴ്സിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് എക്സാം പറഞ്ഞേ. എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ. ഏതൊക്കെയുണ്ട് ഇന്ന് പീഡിയാട്രിക്കിൽ? ഏതൊക്കെയുണ്ട് റെസ്പിറേറ്ററി ഡിസോർഡർ ഏതൊക്കെയുണ്ട്? എല്ലാവരും പറയാ. ഇന്ന് പീഡിയാട്രിക് നഴ്സിംഗിൽ അവിടെ എന്തൊക്കെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ട്? എല്ലാരും പറ. ന്യൂമോണിയ ആൻഡ് ഗ്രൂപ്പ്. വേറെ ഏതൊക്കെയുണ്ട്? പറയ്. എല്ലാരും പറയും. ആസ്മ. വേറെ ഓരോന്നല്ല പറയും. എല്ലാരും പറയും. എല്ലാരും പറയട്ടെ. ഇത്രേ ഉള്ളൂ? സോ നമുക്ക് അതെല്ലാം നോക്കാം. നിങ്ങൾ പറയാൻ പോകുന്ന എല്ലാ പേരും തന്നെ നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. സോ ദ പീഡിയാട്രിക് നഴ്സിംഗിൽ ദ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്, അതിൽ ആദ്യം വരുന്ന ആളാരായി? ഇറ്റ്സ് ദ ടോൺസിലൈറ്റിസിൽ ഫസ്റ്റ് വരാൻ പോകുന്ന ആളുടെ പേര് എന്തായിരിക്കും?
ഇത് ദ ടോൺസിലൈറ്റിസ്. ഈ ടോൺസിലൈറ്റിസ് എന്താണ്? ദ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ ദ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ടോൺസിൽ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ദ ലിംഫാറ്റിക് ടിഷ്യൂ ആണോ? ഞാൻ ചോദിക്കട്ടെ, ദ ടോൺസിൽ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ദ ലിംഫാറ്റിക് ടിഷ്യൂ ആണോ? ആണോടെ? അഡിനോയിഡ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ദി ലിംഫാറ്റിക് ടിഷ്യൂ ആണോ? അഡിനോയിഡ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ദ ലിംഫാറ്റിക് ടിഷ്യൂ ആണോ? 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 അറിഞ്ഞിരിക്കണം, ചോദിക്കുകയാണ്. ദ ടോൺസിലും ആൻഡ് ദ അഡിനോയിഡും രണ്ടും ഒരു ടൈപ്പ് ഓഫ് ദ ലിംഫോ ടിഷ്യൂ അല്ലേ? ടിഷ്യൂ അല്ലേ? അല്ലേ? ഇതിന്റെ രണ്ടിന്റെയും ദ ടോൺസിലൈറ്റിസ് വന്നാലും ആൻഡ് അഡിനോയിഡൈറ്റിസ് വന്നാലും അതിന്റെ ദ കോസസും ദ സിംറ്റംസ് ഏകദേശം ഒരുപോലെയല്ലേ? ആലോചിച്ച് നോക്കിയേ. ദ ടോൺസിലൈറ്റിസിന്റെയും ആൻഡ് ദ അഡിനോയിഡൈറ്റിസിന്റെയും എന്താണ് ഈ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ആൻഡ് ദ കോസസ് എല്ലാം ഏകദേശം ഒരുപോലെയല്ലേ? ഒരുപോലെയല്ലേ? ആലോചിച്ച് നോക്കി ആരെങ്കിലും. ഏനിയോൺ ആലോചിച്ച് നോക്കി. ഇതിന്റെ രണ്ടിന്റെയും ദ സിംറ്റംസും ആൻഡ് ദ കോസസും ഏകദേശം ഒരുപോലെയല്ലേ? ആലോചിച്ച് പറയുക. ദ ടോൺസിലൈറ്റിസിന്റെയും ആൻഡ് ദ അഡിനോയിഡൈറ്റിസിന്റെയും സിംറ്റംസും കോസസും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ പഠിക്കണം, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സോ ദ പീഡിയാട്രിക് നഴ്സിംഗിൽ നമ്മൾ ഇത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ ഫസ്റ്റ് കാണാൻ പോകുന്ന കാര്യത ദ ടോൺസിലൈറ്റിസും ആൻഡ് ദ അഡിനോയിഡൈറ്റിസും രണ്ടുമാണ് ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് രണ്ടും ഒരുമിച്ച് കാണാം. എന്താ സംഭവം? എന്താ ഇത്? എവിടുത്തെ ഇൻഫ്ലമേഷനാ? ഇങ്ങോട്ട് ചറവറ ആൻസർ പറയണം. ഇങ്ങോട്ട് ചറവറ ആൻസർ പറഞ്ഞോ. ഇത് ഇൻഫ്ലമേഷൻ ഓഫ് സ്ഥലം എവിടെയാ? ആ ഒരു ഏരിയ ഏതാ? ആ ഒരു ഏരിയ ഏതായിരിക്കും? അത് ഫാരിങ്സ് ആണോ ഓർ ദ ലാരിങ്സ് ആണോ? എവിടെയാ? എല്ലാവരും പറയണം. ഫാരിങ്സ് ആണോ, ലാരിങ്സ് ആണോ, ട്രക്കിയാണോ, എവിടെയാ ദ ടോൺസിലൈറ്റിസ് ഉണ്ടാവുന്നത്? ഫാരിങ്സ് അല്ലേ? ഇസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഫാരിങ്സ് ആണോ ഓർ ദ ഫാരിങ്സിലുള്ള ദ ലിംഫോ ടിഷ്യൂ ആണോ? ദ ഫാരിങ്സിലുള്ള ദ ലിംഫോ ടിഷ്യൂ ആണോ? ആണോ? ഫാരിങ്സിലുള്ള ദ ലിംഫോ ടിഷ്യൂ ആണോ? 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 ആ, ആണ് 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 ആണോടെ? പറ, എല്ലാരും എല്ലാം പറയും. ഈ ടോൺസിൽ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഭാഗം ഏതാ? ആ ടോൺസിൽ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഏതാ? ഈ പാലറ്റീൻ ആണോ? അവിടുത്തെ പാലറ്റീൻ ആണോ? പാലറ്റീൻ ആണോ? അപ്പൊ പറയണം. ആണോ? പാലറ്റീൻ ആണോ? ആണല്ലേ? ആ പാലറ്റീൻ മാത്രമേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ? ആരെങ്കിലും ദ ഫോസിയൽ ടോൺസിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ ഫോസിയൽ ടോൺസിൽ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആൻഡ് ദ ലഷ്ക ടോൺസിൽ എന്ന് കേട്ടിട്ടുണ്ടോ? അഡിനോയിഡ് ഏതാണ്? ദ ലഷ്ക ടോൺസിൽ എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? പറയണം. ഇല്ലല്ലോ. അവിടെ അഡിനോയിഡ് ടോൺസിൽ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? അപ്പോ അഡിനോയിഡ് ടോൺസിലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ലഷ്ക ടോൺസിൽ എന്ന് നിങ്ങൾ ഏതോ ഒരു കേരള PC എക്സാമിന് കണ്ടിട്ടുണ്ട്. അഡിനോയിഡ് ടോൺസിൽ വിളിക്കുന്ന മറ്റൊരു പേരെന്തായിരിക്കും? ലഷ്ക ടോൺസിൽ എന്ന് വിളിക്കും. ഇത് നമ്മൾ സാധാരണ എല്ലാ കുട്ടികളും കാണുന്ന സംഭവമാണോ? സാധാരണയായിട്ട് എല്ലാ കുട്ടികളിലും കാണുന്ന സംഭവമാണോ ഇത്? ആണോ? ആണോല്ലോ? ചെറ പറഞ്ഞേ. യെസ് ഓർ നോ? ഇത് ഈ പറഞ്ഞ ടോൺസിലൈറ്റിസ് സാധാരണ കുട്ടികൾ കാണുന്ന സംഭവമാണോ? ആണ്. സാധാരണ ദ ടോൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സെന്ററിൽ വരുന്ന ഭാഗമാണോ? ഏറ്റവും നോർമൽ ആയിട്ട് ദ ടോൺസ് എന്ന് പറയുമ്പോൾ സെന്ററിൽ വരുന്ന ഭാഗമാണോ?
ആണ്. ഏറ്റവും ദ ടോൺസിൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ എന്ന ഭാഗമാണ്. ആ രണ്ട് സൈഡിൽ വരുന്ന ഭാഗം ഏതായിരിക്കും? ആ രണ്ട് സൈഡ് ഭാഗത്ത് വരുന്ന ഭാഗമല്ലേ അഡിനോയിഡ് എന്ന് പറയുന്നത്? ആണോ അല്ലയോ? ദ ടോൺസിലിന്റെ രണ്ട് സൈഡിലും, ശരിയാണോ അല്ലയോ? ആ രണ്ട് സൈഡിലുമായിട്ട് കാണുന്നവല്ലേ ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്? ആണോടെ? ആണോ ആണോ ആണോ? ആ, സോ ഓർമ്മിക്കണം, ഇവന് വരുന്ന മറ്റു പേര് ഏതൊക്കെയായിരുന്നു? ലഷ്ക ടോൺസിലും എന്നും വേറെ പേരുണ്ടോ? ഇറ്റ്സ് ദ ഫെറിഞ്ചൽ ടോൺസിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഫെറിഞ്ചൽ ടോൺസിൽ എന്നും കേട്ടിട്ടുണ്ടല്ലേ? സോ ഓർമ്മിക്കണം, ദ ടോൺസിലിന്റെ മറ്റു പേര് ഏതൊക്കെ ചോദിക്കും. ഏത് പേരൊക്കെ ഉണ്ട്? പറയും പറയും പറയും, പേരുകൾ പറയും, ചോദിക്കും. ഒന്നേതാ? ലഷ്ക. ഇത് ഓർമ്മ വയ്ക്കോ? ഇതല്ല, ലഷ്ക പറഞ്ഞപ്പോ എനിക്കൊരു പേര് ഓർമ്മ വന്നു. റസ്ക ആരാടെ? ആരാ റസ്ക എന്ന് പറഞ്ഞ ആരാ? ആരാ റസ്ക? ആരാടെ? ആർക്കും അറിയാം റസ്ക? ആ ഒരു പേര് എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലേ, റസ്ക. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? ഏണസ്റ്റ് റസ്ക ആണോ? ഏണസ്റ്റ് റസ്ക ആണോ? ആണോ? ആലോചിച്ച് പറയുക. ആ, പറയട്ടെ. ആ, ആണല്ലേ? ആണ്. സോ അപ്പൊ എന്താണ് ദ ഫെറിഞ്ചൽ ടോൺസിൽ എന്ന് പറയുന്നത്? അഡിനോഡ് എന്ന് പറയുന്നത് സെയിം ആണോ? അപ്പോ ദ ഫെറിഞ്ചൽ ടോൺസിൽ എന്ന് പറയുന്നതും അഡിനോഡ് എന്ന് പറയുന്നതും ആൻഡ് ഫെറിഞ്ചൽ ടോൺസിൽ എന്ന് പറയുന്നതും ആൻഡ് ലഷ്ക ടോൺസിൽ എന്ന് പറയുന്നതും സെയിം ആണോ? അപ്പോ ഈ പറഞ്ഞവയെല്ലാം ദ ടോൺസിൽ ഇൻഫ്ലമേഷൻ തന്നെയല്ലേ? ഈ പറയുന്നവയെല്ലാം ടോൺസിലിന്റെ ഇൻഫ്ലമേഷൻ തന്നെയല്ലേ? ആ, ചേർത്താണ് നമ്മൾ ദ ടോൺസിലൈറ്റിസ് എന്നും സാധാരണഗതിയിൽ എപ്പോഴും പറയുന്നത് അല്ലേ? ടോൺസിലൈറ്റിസ് വരാൻ വേണ്ടി എന്താണ് എപ്പോഴും ഇൻഫെക്ഷൻ വരാറുണ്ടല്ലേ? ഇൻഫെക്ഷൻ വരാറില്ലേ? ഇൻഫെക്ഷൻ വരാറുണ്ട്. ഈ ഇൻഫെക്ഷൻ തന്നെ ദ ഫെറിങ്സിലും ആൻഡ് ടോൺസിലും വന്നാൽ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? നിങ്ങൾ ഉത്തരം പറയണം. ഈ ഇൻഫെക്ഷൻ തന്നെ ദ ഫെറിങ്സിലും ആൻഡ് ടോൺസിലും ചേർന്ന് വന്നാൽ വിളിക്കുന്ന പേരെന്താ? ആർക്ക് പറയാം? ഇതേ ഇൻഫെക്ഷൻ, ഒരു ഇൻഫെക്ഷൻ വരുന്നു, അത് ദ ഫെറിങ്സിലും ആൻഡ് ടോൺസിലും ഒരുമിച്ച് വന്നാൽ വിളിക്കുന്ന പേരെന്താ? ഇത് ഫെറിഞ്ചോ ടോൺസിലൈറ്റിസ് ആണോ? ദ ഫെറിഞ്ചോ ടോൺസിലൈറ്റിസ് ആണോ? ആലോചിക്കുക, ദ ഫെറിങ്സിലും ആൻഡ് ടോൺസിലും ഒരുമിച്ച് ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, ഫെറിങ്സിലും ടോൺസിലും ഒരുമിച്ച് ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ വിളിക്കുന്ന പേര് ഫെറിഞ്ചോ ടോൺസിലൈറ്റിസ് എന്ന് വിളിക്കാം. സോ എന്താണ് ഇവന്റെ കാരണങ്ങൾ? ചുമ്മാ വരോ? ഇല്ല. എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും കാരണമുണ്ടോ? ദ മോസ്റ്റ് കോമൺ കോസ് ഏതൊക്കെയാ? ചോദ്യം വരും. ദ മോസ്റ്റ് കോമൺ കോസ് ഏതൊക്കെയാ? കേരള PSC എക്സാം ഇടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷൻ കാരണമല്ലേ? അല്ലേടെ ആലോചിക്കുക, കുട്ടികളിൽ എപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്നത് ആണോ അല്ലയോ? കുട്ടികൾ മിക്കവാറും വരാൻ കാരണം എപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണോ അവിടെ? ആണ്, ആലോചിച്ച് പറയാം. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണോ? ആണ്. സോ ആൻഡ് ദ കോസസ് ആയ ദ വൈറസ് ഏതൊക്കെയാ? ചോദ്യം വരും. കേരള PSC എക്സാം പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഞാൻ ഇപ്പോഴേ പറയാം, ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തുള്ളൂ. ഇതിനിടയ്ക്ക് കയറി വന്നിട്ട് ഇന്ന് ഈ ടോപ്പിക് ഇതാണ്, എനിക്ക് അറിയാമെന്ന് വിചാരം ഉണ്ടെങ്കിൽ അത് വിട്ടുകളയും. ശരിയല്ലേ? ശരിയല്ലേ? ഈ പറഞ്ഞ ക്ലാസ്സിൽ വരും, ഇന്ന് ഈ ടോപ്പിക്കാണ്, നാളെ അറ്റൻഡ് ചെയ്യാം. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ പിന്നെ പഠിച്ചാലും എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് ആർക്കെങ്കിലും എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഉണ്ടോടെ? പറയണം. ഇല്ല, ഇല്ല, അങ്ങനെ വരത്തില്ല കേട്ടോ. എന്താണ് എപ്പോഴും നമ്മൾ എന്താണ് ഈ ഒരു എക്സാം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കുക. ഇടയ്ക്ക് വന്ന് ഈ ടോപ്പിക് ആണ് എന്ന് കരുതി പോകാൻ നിൽക്കരുത്. സോ ദ മോസ്റ്റ് കോമൺ കോസ് ഏതാ? ഇസ് വൈറൽ ഇൻഫെക്ഷൻ. ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വൈറൽ ഇൻഫെക്ഷൻ ഏതൊക്കെ? കുട്ടികളിൽ ഉണ്ടാവുന്ന
ഏതൊക്കെയാണ്? അഡിനോ വൈറസ് എന്ന് കേട്ടിട്ടുണ്ടോ? അഡിനോ വൈറസ് എന്ന് കേട്ടിട്ടുണ്ടോ? ആൻഡ് റൈനോ വൈറസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതലായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് ടോൺസിലൈറ്റിസും അഡിനോഡൈറ്റിസും ഉണ്ടാക്കാൻ കാരണക്കാരായ വൈറസുകൾ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാ? അഡിനോ വൈറസും ഉണ്ട്, ആൻഡ് റൈനോ വൈറസും ഉണ്ട്. ഇവയിൽ ആരാ DNA വൈറസ്? ആരാ? ചോദ്യം ഉണ്ടായിരുന്നു. അഡിനോ ആണോ ഓർ റൈനോ ആണോ ഇത് DNA വൈറസ് എന്ന് പറയുന്ന ചോദ്യം ഉണ്ടായിരുന്നു. അഡിനോ വൈറസ് ആണോ ഓർ റൈനോ ആണോ DNA വൈറസ്? അഡിനോ വൈറസ് ആണ് DNA വൈറസ് അല്ലേ? അഡിനോ വൈറസ് ആണ് DNA വൈറസ് എന്ന് പറയും ചോദ്യം ഉണ്ടായിരുന്നു. ആരെങ്കിലും ചോദ്യം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. DNA വൈറസ് ഏത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഏതാ DNA വൈറസ്? അഡിനോ വൈറസ് ആണ് DNA വൈറസും. അപ്പൊ RNA വൈറസ് ആരാ? അപ്പൊ RNA വൈറസ് ആരായിരിക്കും? റൈനോ വൈറസ് അല്ലേ? റൈനോ വൈറസ് സാധാരണഗതിയിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് വൈറസ് ആണ് അഡിനോ വൈറസ് അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു വൈറസ് ആണ് അഡിനോ വൈറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറസ് എന്താണ്? റൈനോ വൈറസും ചോദ്യം വരും. സോ ദ മോസ്റ്റ് കോമൺ കോസസ് മനസ്സിലായല്ലോ. സോ ദ മോസ്റ്റ് കോമൺ കോസസ് ഏതൊക്കെയാ? ടോൺസിലൈറ്റിസിന്റെയും ഓർ അഡിനോഡൈറ്റിസിന്റെയും മോസ്റ്റ് കോമൺ കോസസ് ഏതെന്ന് ചോദിച്ചാൽ എന്തെഴുതും? അഡിനോ വൈറസും ആൻഡ് റൈനോ വൈറസ് അല്ലെ? അഡിനോ വൈറസും ആൻഡ് റൈനോ വൈറസും. ഈ വൈറസിന്റെ ഒരു ഗുണം എന്താ? ഈ വൈറസിന്റെ ഗുണം എന്താ? ആർക്ക് പറയാം? ഈ വരുന്ന വൈറസ് വലിയ പ്രശ്നക്കാരനാണോ? ഈ വൈറസ് കുട്ടികളിൽ വന്നാൽ വലിയ പ്രശ്നക്കാരനാണോ? ഈ ടൈപ്പ് ഓഫ് വൈറസ് കുട്ടികളിൽ വന്നാൽ വലിയ പ്രശ്നക്കാരനാണോ അല്ലയോ? ആണോ അല്ലയോ? ആലോചിച്ച് പറയുക. ഈ ടൈപ്പ് വൈറസ് കുട്ടികളിൽ വന്നാൽ വലിയ പ്രശ്നക്കാരനാണോ? അല്ലല്ലോ. അത് വരും, അതങ്ങ് പോകും. വലിയ പ്രശ്നക്കാരനല്ല. അഡിനോ വൈറസും റൈനോ വൈറസും വന്നാൽ അത് വരും, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പതിയെ പൊക്കോളും. അതേസമയം വൈറസിന് പകരം ബാക്ടീരിയ വന്നാലോ? ഈ ടോൺസിലൈറ്റിസ് ഉണ്ടാക്കാനും അഡിനോഡൈറ്റിസ് ഉണ്ടാക്കാനും വൈറസ് അല്ല ബാക്ടീരിയ വന്നാൽ പ്രശ്നക്കാരനാണോ അല്ലയോ? പറയണം. വൈറസിന് പകരം ബാക്ടീരിയ വന്നാൽ പ്രശ്നക്കാരനാണോ? ആണ് എങ്കിൽ ആ ഒരു ബാക്ടീരിയയുടെ പേരേതാ? ഏത് ബാക്ടീരിയ? സ്ട്രെപ്റ്റോകോക്കസ് ആണോ? സ്റ്റെഫൈലോകോക്കസ് ആണോ? സ്ട്രെപ്റ്റോകോക്കസ് അല്ലേ? സ്ട്രെപ്റ്റോകോക്കസ് ഇപ്പം ബാക്ടീരിയ വിടുന്നത്. അത് ഗ്രാം പോസിറ്റീവ് ആണ്. ഈ സ്ട്രെപ്റ്റോകോക്കസ് പറയുമ്പോൾ ഗ്രാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആലോചിച്ച് പറയുക. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. സ്റ്റെഫൈലോകോക്കസോ? പറയേ. ആലോചിച്ച് പറയല്ലേ. അത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഉണ്ടോ? എസ് ഓർ ഉണ്ടോ? ഇല്ല. ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. സോ ഇവിടത്തെ ചോദ്യം ടോൺസിലൈറ്റിസിന്റെയും ഓർ അഡിനോഡൈറ്റിസിന്റെയും ദ മോസ്റ്റ് കോമൺ കോസ് ഏതെന്ന് ചോദിച്ചത് എന്തെഴുതും? വൈറസ് ഏതൊക്കെയാ? അഡിനോ വൈറസ് കൊണ്ട് ആൻഡ് റൈനോ വൈറസ് രണ്ടും ഉണ്ടല്ലേ? അഡിനോ വൈറസും ഉണ്ട് ആൻഡ് റൈനോ വൈറസും ഉണ്ട്. ആ രണ്ട് വൈറസുമാണ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഏതിന്റെ? ടോൺസിലൈറ്റിസിന്റെയും അഡിനോഡൈറ്റിസിന്റെ മോസ്റ്റ് കോമൺ കോസ്. ക്ലിയർ ആയോ? യെസ് ഓർ നോ? കോസ് ക്ലിയർ ആയോ? യെസ്, എല്ലാവരും ക്ലിയർ ആയോ? ഇനി പറഞ്ഞ ബാക്ടീരിയ ആണെങ്കിൽ ഏതാ? ഏതാടെ? ചോദ്യം വരും. ഇനി പറഞ്ഞ ബാക്ടീരിയ ആണെങ്കിൽ ഏതാ? സിമ്പിൾ കാര്യം. ബാക്ടീരിയ ആണ് ടൈപ്പ് ഏതാ? സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് അല്ലേ? സ്ട്രെപ്റ്റോകോക്കസ്. അത് ഗ്രാം പോസിറ്റീവ് ആണ് വരുന്നത് കേട്ടോ. ഗ്രാം പോസിറ്റീവ് ആണെന്ന കാര്യം കൂടെ
മറക്കരുത്. ഇനി എന്തൊക്കെയാ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാ ടോൺസിലൈറ്റിസിന്റെയും ഓർ അഡിനോഡൈറ്റിസിന്റെയും രണ്ടിന്റെയും ഏറ്റവും പ്രധാനമായി വരുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഏതൊക്കെയാ? ആദ്യം എന്തുണ്ട് അവിടെ? ആലോചിച്ച് പോ. നിങ്ങളെ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സമയത്ത് ആദ്യം ഉണ്ടാവുന്ന കാര്യം എന്താ? ഫസ്റ്റ് എന്ത് വരും? ആലോചിച്ച് പറയാ. ഒരു ചെറിയൊരു സോർ ത്രോട്ട് അല്ലേ? ആദ്യം എന്തുണ്ട് അവിടെ? ചെറിയൊരു സോർ ത്രോട്ട് വരും അല്ലേ? അല്ലേ? ഒരു സോർ ത്രോട്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ചെറിയൊരു റോ സെൻസേഷൻ അല്ലേ? ഈ പറഞ്ഞ തൊണ്ട ഇറ്റ് വറ്റി വരണ്ട പോലെ ഉണ്ടായിട്ടുണ്ടോ? ഈ തൊണ്ട എപ്പോഴെങ്കിലും വറ്റി വരണ്ടതുപോലെയുള്ള സെൻസേഷൻ ഉണ്ടായിട്ടുണ്ടോ? പറയട്ടെ. ആദ്യം ഒരു സോർ ത്രോട്ട് അല്ലേ? ഫസ്റ്റ് എന്താ? ഒരു സോർ ത്രോട്ട്. അത് കഴിയുമ്പോ ഈ പറഞ്ഞ തൊണ്ടയെല്ലാം അങ്ങ് വറ്റി വരണ്ടതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ ഫസ്റ്റ് സിംറ്റംസ്. സോ ദീസ് ആർ ദ ഫസ്റ്റ് സിംറ്റംസ്. അപ്പൊ ഓർമ്മിക്കണം, ഏതൊക്കെയാണ് ദ ഫസ്റ്റ് സിംറ്റംസ്? ഏതൊക്കെയാണ് ഫസ്റ്റ് സിംറ്റം? ഏതൊക്കെയാ? ടോൺസിലൈറ്റിസിന്റെയും ഓർ അഡിനോഡൈറ്റിസിന്റെയും രണ്ടിന്റെയും ഫസ്റ്റ് സിംറ്റം ഏതൊക്കെയാ? പറയണം കുട്ടികളെ, പറയണം. സോർ ത്രോട്ടും റോ സെൻസേഷൻ. റോ സെൻസേഷൻ എന്ന് പറയുമ്പോൾ പച്ച മലയാളം പറഞ്ഞാൽ ശരിക്കും എന്താ? തൊണ്ട വറ്റി വരണ്ടതുപോലെ അങ്ങ് എന്ത് ചെയ്യും? ആയിപ്പോന്ന സിംറ്റംസ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം എന്താ? നിങ്ങൾ പറയാറുണ്ട് ഈ പറഞ്ഞ തൊണ്ട ഒരു കരകരപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഈ പറഞ്ഞ അനുമറിനുണ്ടോ? പണ്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ തൊണ്ട നല്ലൊരു കരകരപ്പ് പോലെ തോന്നുന്നു? അതല്ലേ സംഭവം? ആലോചിച്ച് പറയുക. ഈ പറഞ്ഞ തൊണ്ട എന്താ ഒരു കരകരപ്പ് പോലെ തോന്നുന്നു? അതല്ലേ ഫസ്റ്റ് സിംറ്റംസ്. സോർ ത്രോട്ട് അല്ലെങ്കിൽ റോ സെൻസേഷൻ ആണ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. അതിനുശേഷം എന്തുണ്ടാവും അവിടെ? ഇതൊക്കെ വന്ന് ആലോചിച്ച് നോക്കുക. വന്നു കഴിഞ്ഞ് എന്തുണ്ടാവും? ടോൺസിൽ കയറി എന്ത് ചെയ്യോട്? അങ്ങ് എല്ലാവരും ചെയ്യോ? ആദ്യം റെഡ്നെസ് അല്ലേ? ആദ്യം അങ്ങ് ചോക്കും. ശേഷം അങ്ങ് വലുതാവും അല്ലേ? ടോൺസിൽ നല്ല ബ്രൈറ്റ് റെഡ് കളറായി മാറുകയും എല്ലാവർക്കും ചെയ്യും അല്ലേ? ടോൺസ് നല്ല ബ്രൈറ്റ് റെഡ് കളർ, പേര് മറക്കരുത്, നല്ല ബ്രൈറ്റ് റെഡ് കളർ ആവുകയും പതിയെ അങ്ങ് എല്ലാവർക്കും ചെയ്യുകയും ചെയ്യും. ക്ലിയർ? അപ്പൊ ആദ്യം ഒരു സോർ ത്രോട്ട്. ആലോചിക്കുക, ഇത് വരുന്ന പോലെ ആലോചിക്കുക. ആദ്യം ഒരു സോർ ത്രോട്ട്, ശേഷം എന്താണ്? തൊണ്ട അങ്ങ് വറ്റി വരേണ്ടതുപോലെ റോ സെൻസേഷൻ. പിന്നെ എന്താ? ടോൺസിൽ കയറി വീർക്കും, അടുത്ത കളർ അങ്ങ് മാറും. ശരിയല്ല? ഇതൊരു പൊടി കിട്ടിയോ? ആദ്യം ഒരു സോർ ത്രോട്ട്, പിന്നെ ഒരു കരകരപ്പ്, റോ സെൻസേഷൻ. പതിയെ അങ്ങ് വലുതാകുകയും നല്ല റെഡ് കളർ ആവുകയും ചെയ്യും. ശേഷം എന്തായിരിക്കും? എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? ഈ സൊല്ലിങ് കാരണം കഴിക്കാൻ പറ്റുമോ? പറയടേ, എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? ഡിസ്ഫേജി ഉണ്ടായിക്കൂടെ? സൊല്ലിങ് വന്നു, ഫുഡ് കഴിക്കാൻ പറ്റുമോ? ദ ഡിഫിക്കൽട്ടി ഇൻ സോളോയിങ്, ദ ഡിസ്ഫേജിയ ഉണ്ടാവും. ശരിയല്ലേ? ദ ഡിസ്ഫേജി ഉണ്ടായിക്കൂടെ? ഡിസ്ഫേജിയ ഉണ്ടാവും. അങ്ങനെ ഫുഡ് കഴിച്ചിറക്കാൻ ശ്രമിക്കുമ്പോൾ സോളോയിങ് നല്ലത് പെയിൻഫുൾ ആയ വിളിക്കുന്ന പേരെന്താ? ആദ്യം ഡിസ്ഫേജി വരുന്നു, ശേഷം സോളോയിങ് സമയത്ത് നല്ല വേദന, നല്ല പെയിൻഫുൾ സോളോയിങ് വിളിക്കുന്ന പേരെന്താ? ഒഡിനോഫേജിയം വന്നൂടെ? ശേഷം ഒഡിനോഫേജിയം കൂടെ വന്നൂടെ? ദ പെയിൻഫുൾ സോളോയിങ്. കഴിക്കുന്ന സമയം നല്ല വേദന ഉണ്ടായിട്ടുണ്ടോ? സോ അതാണ് ഇറ്റ് ഒഡിനോഫേജിയാണ് ദ കാർഡിനൽ സിംറ്റം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ടോൺസിലൈറ്റിസിന്റെയും ഓർ ദ അഡിനോഡൈറ്റിസിന്റെയും ദ വൈറ്റൽ സിംറ്റംസ് എന്ന് പറയുന്നത്. എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ? ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഇതേപോലെ? പറ എല്ലാരും പറ. ആദ്യം ഒരു സോർ ത്രോട്ട്. ഞാനൊരു കഥ പോലെ പറയുന്നത്. ആദ്യം എന്താ? ഒരു സോർ ത്രോട്ട്, ശേഷം ഒരു കരകരപ്പ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? റോ സെൻസേഷൻ. പിന്നെ പതി അങ്ങ് എല്ലർജിയും. അതിന്റെ കളർ എന്താ? നല്ല റെഡ് കളർ, നല്ല ബ്രൈറ്റ് റെഡ് കളർ ആവും. പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല അല്ലേ? ഡിസ്ഫേജിയ, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല.
പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാ എന്ത് ചെയ്യും? പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നല്ല പെയിൻഫുൾ ആയിരിക്കും അല്ലെ? പെയിൻഫുൾ സോളെ വിളിക്കുന്ന പേരെന്താ? ഓഡിനോഫേജിയും വരും വരും. ഇത്രയും ക്ലിയർ ആയ? അപ്പൊ ഉറപ്പിക്കാൻ പറ്റും അത് ടോൺസിലൈറ്റിസ് ആണ്. ശരിയല്ലേ? അപ്പൊ ഉറപ്പിക്കാൻ പറ്റും അത് ടോൺസിലൈറ്റിസ് ആണെന്ന് അപ്പോഴങ്ങ് ഉറപ്പിക്കാം. നമ്മൾ കഴിക്കുന്ന സമയം നല്ലൊരു വേദന ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കരകരപ്പായിരിക്കും ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞല്ലേ. സോർ ത്രോട്ടായി, ഇറ്റ്സ് എല്ലാവരും ടോൺസിലൈറ്റിസ് ആയി, ആൻഡ് ഡിസ്ഫേജിയായി, ആൻഡ് ഒഡിനോഫേജിയുമായി ശേഷമല്ലേ ഒരു പനി വരുന്നത്. ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇവയെല്ലാം വന്ന ശേഷമല്ലേ ഒരു പനി, ഫീവർ വിത്ത് നല്ല ചിൽസ്. ഫീവറും ചിൽസും ഉണ്ടാവും അല്ലേ? ഫീവറും ചിൽസും കൂടെ ചേർന്ന് വരും. ശേഷം എന്തായിരിക്കും ഇവിടെ? അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്മെല്ല് എന്തായിരിക്കും ഇവിടെ? സ്മെല്ല് എന്തെങ്കിലും ആയിരിക്കും. നല്ല ഫൗൾ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ടോ? ടോൺസിലൈറ്റിസ് വന്ന ശേഷം നല്ല ഫൗൾ സ്മെൽ ഓഫ് ദ ബ്രെത്ത്. എന്ത് വിളിക്കാനെ? ദ ഫൗൾ സ്മെൽ ഓഫ് ദ ബ്രെത്തിന് വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ആർക്ക് പറയാം? സ്മെല്ലെല്ലാം നല്ല ഫൗൾ ആയിരിക്കും. നല്ല സ്മെല്ല് എന്താ? അങ്ങ് അഴുക്ക സ്മെല്ല. ഹാലോറ്റോസിസ് ആണോ? ഹാലോറ്റോസിസ് ആണോ? ആണല്ലേ. ഇത്രയുമാണ് ദ കോമൺ കോസ് അല്ലെങ്കിൽ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ദ ടോൺസിലൈറ്റിസിന്റെയും അഡിനോഡൈറ്റിസിന്റെയും ദ കോമൺ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ആർക്കും ഒന്നും പറയണോ? ഞാൻ ഒരു കഥ പോലെ എപ്പോഴും പറയുന്നത്. ആദ്യം ഒരു സോർ ത്രോട്ട്, പിന്നെ എന്താണ്? സോർ ത്രോട്ട് കഴിഞ്ഞ് എന്തായിരിക്കും ഇവിടെ? സോർ ത്രോട്ട് കഴിഞ്ഞ് എന്താ? റോ സെൻസേഷൻ. അല്ലെ ക്യാമറ ഓഫ് ചെയ്തേ. ശരണ്യ ക്യാമറ ഓഫ് ചെയ്യണേ. റോ സെൻസേഷൻ, പിന്നെ അങ്ങ് എൻലാർജ്മെന്റ് ആയി, കളറങ്ങ് മാറി. ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഡിഫിക്കൽട്ടി സോളായി, ഡിസ്ഫേജി വന്നു. ശേഷം പിന്നെ ഇറക്കാൻ പറ്റത്തില്ല, ഫുഡ് ഇറക്കാൻ പറ്റത്തില്ല, ഒഡിനോഫേജി ആയി. പിന്നെന്താണ്? പിന്നെ ഫീവറും ചിൽസും സ്മെല്ല് എന്താ? ഹാലറ്റോസിസും എല്ലാം ആയി മാറി. സോ ഇനി എന്താ കോംപ്ലിക്കേഷൻ? ചോദ്യം വരും. ഇവിടെ നിന്ന് അടുത്ത ചോദ്യം വരാൻ പോകുന്ന പേരിയാണ് ദ ടോൺസിലൈറ്റിസും അഡിനോഡൈറ്റിസ് എന്ന് വീണ്ടും എടുത്തു വരാൻ ചോദ്യം വരുന്നത് ഏതാ? ദ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാ? ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചോദ്യം എപ്പോഴും വരും. എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ട്? പറ, എന്ത് കോംപ്ലിക്കേഷൻ വരാം? എന്ത് കോംപ്ലിക്കേഷൻ വരാം? ആർക്ക് പറയാം? എന്ത് കോംപ്ലിക്കേഷൻ വരാം? കോംപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആ ടോൺസിലിന് ചുറ്റുമായിട്ട് പസ് ഉണ്ടായിരിക്കും ഇവിടെ. ആ ടോൺസിലിന്റെ ചുറ്റുമായിട്ട് പസ് കളക്ഷൻ ഉണ്ടായിരിക്കും. ആ ടോൺസിലിന്റെ ചുറ്റുമായിട്ട് പസ് വരും. അതിന് പറയുന്നൊരു പേരുണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആർക്ക് പറയാം? ഒരു പേരുണ്ട്. ആർക്ക് പറയാം? ആ ടോൺസിന് ചുറ്റുമായിട്ട് പസ് വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരുണ്ട്. കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ, പെരിറ്റോൺസിലാർ ആബ്സസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും പെരിറ്റോൺസിലാർ ആബ്സസ് അല്ലെങ്കിൽ വേറെ പേരെന്തേ? വേറെ പേരുണ്ട്. ഒരു പേരുണ്ട്. ആർക്ക് പറയാം? അല്ലെങ്കിൽ ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് ദ ക്വീൻസ് അല്ലേ? അങ്ങനെയും കൂടെ വിളിക്കാറുണ്ട്. സോ ദ കോംപ്ലിക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോൺസിന് ചുറ്റുപാട് പസ് കളക്ഷൻ വരും. അതിനെ പറയുന്ന പേര് ദ പെരിറ്റോൺസിലാർ ആബ്സസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കോംപ്ലിക്കേഷൻ എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ ആരും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഈ കേരള PSC സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ആരെങ്കിലും ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ട്, പലരും കണ്ടിട്ടുണ്ട് അല്ലെ? ഇത് കോംപ്ലിക്കേഷന്റെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. യെസ്. ഇനി എന്താ ഇതിന്റെ ട്രീറ്റ്മെന്റ്? എന്താ ട്രീറ്റ്മെന്റ്? ക്യാമറ ഓഫ് ചെയ്ത്. ആരുടെ ക്യാമറ? ശരണ്യ ക്യാമറ ഓഫ് ചെയ്തത്. ഇനി മാനേജ്മെന്റ് എന്താണ്? എന്താ മാനേജ്മെന്റ്? റെസ്റ്റ് കൊടുക്കണ്ടേ? ബെഡ് റെസ്റ്റ് മാത്രം മതിയോ? ബെഡ് റെസ്റ്റ് മാത്രം മതിയോ? കഴിക്കുന്ന ഫുഡ് എങ്ങനെ കൊടുക്കണം? കട്ടിയായിട്ടുള്ള ഫുഡാണോ സോഫ്റ്റ് ഫുഡാണോ? ഇവിടെ എല്ലാം മുറിഞ്ഞിരിക്കുകയാണ്, തൊണ്ടെല്ലാം പോയിരിക്കുകയാണ്. കട്ടിയുള്ള ഫുഡാണോ സോഫ്റ്റ് ഫുഡ്? സോഫ്റ്റ് ഡയറ്റ് അല്ലേ? സോഫ്റ്റ് ഡയറ്റും ബെഡ് റെസ്റ്റും
പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെയ്യാറുണ്ട് ഈ പറഞ്ഞ നല്ല ചൂടുവെള്ളമായിട്ട് ഈ പറഞ്ഞ ഗാർഗിൾ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇതുപോലെ വരുമ്പോൾ ചൂട് വെള്ളം ഇട്ട് ഗാർഗിൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ അവിടെ? ആ പിന്നെ വേറെ എന്ത് ചെയ്തിട്ടുണ്ടേ? ആരെങ്കിലും മറ്റേ ഇതും സാധനം ഉണ്ടോ അവിടെ? സ്ട്രെപ്സിൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? സ്ട്രെപ്സിൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ? സ്ട്രെപ്സിൽസ് ഉണ്ടോ? അവിടെ അങ്ങനെ പറയുന്ന പേരുണ്ടോ? എന്താ ആരെങ്കിലും ത്രോട്ട് ലോസേഞ്ചസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആൻഡ് ത്രോട്ട് ലോസേജ് അതല്ലേ സ്ട്രെപ്സിൽസ് എന്ന് പറയുന്നത്? ശരിയല്ലേ? ശരിയല്ലേ? ചെറിയ സോളിഡ് ആയിട്ടുള്ള എന്ന് നമ്മൾ നാക്കിൽ വെക്കുന്ന സംഭവം ഉണ്ടല്ലേ? സ്ട്രെപ്സിൽസ് കേട്ടിട്ടുണ്ടല്ലോ അവിടെ? അതൊക്കെ വെക്കാറുണ്ടല്ലേ? ഈ വരുന്ന അസുഖം, ഈ വരുന്ന ടോൺസ് അല്ലെങ്കിൽ അഡിനോഡൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് ബാക്ടീരിയ ആണെങ്കിൽ എന്താ ട്രീറ്റ്മെന്റ്? അത് ബാക്ടീരിയ ആണെങ്കിൽ എന്താ ട്രീറ്റ്മെന്റ്? ഈ വരുന്നവൻ ടോൺസിലൈറ്റിസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ എന്താ കൊടുക്കുക? ആന്റിബയോട്ടിക്സ് അല്ലേ? ആന്റിബയോട്ടിക്സ് അല്ലേ? ആന്റിബയോട്ടിക് കൊടുക്കണം. ആന്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. ഇനി ഇവരെല്ലാം കൊടുത്തു, ആന്റിബയോട്ടിക് കൊടുത്തു, എല്ലാം കൊടുത്തു, അസുഖം മാറുന്നില്ല, സർജറി ചെയ്യാറുണ്ടോ? സർജിക്കൽ മാനേജ്മെന്റ് പേരെന്താ? ടോൺസിലെക്ടമി അല്ലെ? ടോൺസിലെക്ടമി അല്ലെങ്കിൽ വേറെ പേരുണ്ടോ? അഡിനോഡ് എന്ത് ചെയ്യോടെ? അഡിനോഡക്ടമി ഇതിൽ അഡിനോഡക്ടമി ചെയ്യാറുണ്ടോ? അഡിനോഡക്ടമി ചെയ്യാറുണ്ടോ? എങ്കിൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്. എങ്കിൽ ഇതിന്റെ പേര് ചോദിക്കത്തില്ല. ചോദ്യം ഇതാണ്, ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ആരെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒരു കുട്ടിയായിരിക്കുമ്പോൾ എപ്പോ ചെയ്യണം? സർജിക്കൽ മാനേജ്മെന്റ് എപ്പോഴാ ചെയ്യേണ്ടത്? അങ്ങ് ചുമ്മാ ചെയ്യാൻ പറ്റുമോ? ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് പ്രായം ഏകദേശം 2 വയസ്സാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായം 2 വയസ്സാണ്. 2 വയസ്സിനിടയിൽ ഒരു 6 പ്രാവശ്യം ടോൺസിലൈറ്റിസ് വന്നാൽ ചെയ്തത് ആരും ചുമ്മാ പോയി ചെയ്യോ? ഇല്ല. ആ 2 വയസ്സിനുള്ളിൽ ഏകദേശം 6 പ്രാവശ്യം റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ എന്താണ് ടോൺസിലൈറ്റിസ് വന്നാൽ നമ്മൾ ഈ പറഞ്ഞ ടോൺസിലെക്ടമി ചെയ്യുന്നത് ശരിയല്ലേ? ശരിയല്ലേ? ഈ പ്രായം 2 വയസ്സ്, ആ 2 വയസ്സിനിടയിൽ ഒരു 6 പ്രാവശ്യം, 2 വയസ്സിനിടയിൽ ഒരു 6 പ്രാവശ്യം ടോൺസിലൈറ്റിസ് വീണ്ടും 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 വന്നാൽ മാത്രം ആ ടോൺസിലെക്ടമി എന്ന സർജിക്കൽ പ്രൊസീജിയർ ചെയ്ത് അതിന് റിമൂവ് ചെയ്ത് മാറ്റാറുണ്ട്. ഇനി അഡിനോഡക്ടമി ആണെങ്കിലോ അതെപ്പോ ചെയ്യും? അഡിനോഡക്ടമി ആണെങ്കിലോ ആണോടെ? അതെപ്പോ ചെയ്യോടെ? ടോൺസിലെക്ടമി ആണെങ്കിൽ ഇൻ 2 years ചെയ്യണമെങ്കിൽ അഡിനോഡക്ടമി എപ്പോ ചെയ്യും? 4 yearsനകത്തല്ലേ? അല്ലേ? അഡിനോഡക്ടമി ഒരു 4 years കഴിഞ്ഞല്ലേ? ആണ്. അഡിനോഡക്ടമി ചെയ്തത് 4 years കഴിഞ്ഞ ശേഷമാണ് അഡിനോഡക്ടമിയും ചെയ്യുന്നത്. സോ ചോദിച്ചാൽ ടോൺസിലെക്ടമി എപ്പോ ചെയ്യും? എപ്പോ ചെയ്യും? പറഞ്ഞേ. വിത്തിൻ 2 yearsനകത്ത് എത്ര പ്രാവശ്യം പറയണം? ടോൺസിലൈറ്റിസ് ഇൻ 2 yearsനകത്ത് എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 6 പ്രാവശ്യം വരണം. അഡിനോഡക്ടമി ആണെങ്കിലോ അതും 6 പ്രാവശ്യം വരണം. പക്ഷെ എത്ര വർഷം? എത്ര വർഷം കഴിഞ്ഞ്? 4 വർഷം. 4 വർഷം. തെറ്റിക്കരുത്. ചോദിച്ചാൽ എഴുതണം. എഴുതോടിത്രേ? എഴുതും. ഇനി ഇതെല്ലാം കഴിഞ്ഞു. പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ് എന്താ? എല്ലാം കഴിഞ്ഞു. പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്താ? എന്ത് പോസ്റ്റിംഗ് കൊടുക്കാം? ചോദ്യം അവിടെ നിന്നും വരും. ഇമ്പോർട്ടന്റ് ആണ് ചോദ്യം. ഇവിടെ നിന്ന് വരും. എന്ത് പൊസിഷൻ ആയിരിക്കും? ഫോളോവേഴ്സ് ആണോ? സെമി ഫോളോവേഴ്സ് ആണോ? സൈഡ് ലൈൻ ആണോ? സുപ്പൈൻ ആണോ? പ്രോൺ ആണോ? വിച്ച് പൊസിഷൻ? എന്ത് പൊസിഷൻ? പറയും. പോസ്റ്റ് ഓപ്പറേറ്റീവ് പൊസിഷൻ ആലോചിച്ച് നോക്കുക. നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. സർജറി കഴിഞ്ഞു. എന്ത് പൊസിഷൻ? സെമി പ്രോൺ അല്ലെങ്കിൽ
സെമി പ്രോൺ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ അല്ലേ? സെമി പ്രോൺ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ ആണ് കൊടുക്കുന്നത് അല്ലേ? ദ സെമി പ്രോൺ അല്ലെങ്കിൽ ദ സൈഡ് ലൈൻ പൊസിഷൻ ആണ് എപ്പോഴും കൊടുക്കുന്നത്. ഇനി സർജറി കഴിഞ്ഞ ശേഷം സ്റ്റാഫ് നേഴ്സ് പോയി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ആഫ്റ്റർ സർജറി കഴിഞ്ഞ ശേഷം സ്റ്റാഫ് നേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പോയി എന്തെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോടെ? എന്തെങ്കിലും ഹെമറേജ് ഉണ്ടോ ചെക്ക് ചെയ്യാറുണ്ടോടെ? എന്തെങ്കിലും ഹെമറേജ് ബ്ലീഡിങ് ഉണ്ടോ ചെക്ക് ചെയ്യാറ്? കാരണം കുഞ്ഞിനെ അറിയില്ല, ശരിയല്ലേ? കുഞ്ഞിനെ അറിയില്ല, കുഞ്ഞിന് ഹെമറേജ് ആണോ അത് എന്താണെന്ന് കുഞ്ഞിനറിയില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫ് നേഴ്സ് എന്ത് ചെയ്യണം? അവിടെ പോയി ഒബ്സർവ് ചെയ്യണം. ദ സയൻസ് ഓഫ് ഹെമറേജ് ഉണ്ടോ എന്ന്, ദ സയൻസ് ഓഫ് ഹെമറേജ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കോടെ. അങ്ങനെ മനസ്സിലാവൂടെ? അങ്ങനെ മനസ്സിലാവും. ഇപ്പൊ ഹെമറേജ് ആണെങ്കിൽ മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫ്രീക്വന്റ് സോളോയിങ് അല്ലേടെ? ഫ്രീക്വന്റ് ആയിട്ട് കുഞ്ഞ് എപ്പോഴും സോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കാറില്ലേ? ചോദ്യം ഇത് കേരള PSC എക്സാം അല്ലേ? ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് കുഞ്ഞ് സോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കണം, ഹെമറേജ് ഉണ്ടോ എന്ന് നോക്കണം. ഈ ഒരു ചോദ്യം അറിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം ആണെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഈ ഒരു ചോദ്യം ഉണ്ടല്ലേ? നിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടില്ലേ ചോദ്യം? യെസ്. ആലോചിക്ക്, ഈ പറഞ്ഞ കുഞ്ഞ് പടപടാങ്ങ് സോളോ ചെയ്യണമെങ്കിൽ അവിടെ ബ്ലീഡിങ് ഉണ്ടെന്നല്ലേ അർത്ഥം. ഈ പറഞ്ഞൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഇങ്ങനെ പടപടാ എന്ന ഫ്രീക്വന്റ് ആയിട്ട് ഇടവിട്ട് സോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലീഡിങ് ആണെന്നല്ലേ അർത്ഥം. ആണ്. അങ്ങനെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? അവിടെ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ആലോചിച്ച് പറയുക. സ്റ്റാഫ് നേഴ്സ് എന്ന നിലയിൽ വേറെ എന്തെങ്കിലും അവിടെ കൊടുക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മിൽക്ക് കൊടുക്കാവോ? മിൽക്ക് കൊടുക്കാവോ? ആ പാലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കാവോ? കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ ത്രോട്ടിലൊരു പാട പോലെ നിൽക്കൂടെ? അത് ഈ പറഞ്ഞ പാലോ ഓർ പാലിന്റെ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ത്രോട്ടിൽ ഒരു പാട പോലെ കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടോ? പറയും എല്ലാരും പറയും ഉണ്ടല്ലേ. ഈ പാലുമായി ബന്ധപ്പെട്ട എന്ത് പ്രോഡക്റ്റ് കൊടുത്താലും സർജറിക്ക് ശേഷം കൊടുത്താൽ ഒരു പാട പോലെ കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. സർജറി സമയത്ത് കിടക്കുന്ന പൊസിഷൻ ഏതാ? ഒരു കുട്ടിയുണ്ട്, ആ സർജറി സമയത്ത് കിടത്തുന്ന പൊസിഷൻ ഏതാടെ? ആലോചിച്ച് പറയുക. എന്തുകൊണ്ടാ ഈ പറഞ്ഞ സർജറി സമയത്ത് കുഞ്ഞിന് സൈഡ് ലൈൻ കൊടുക്കുന്ന കാര്യം എന്താ? സർജറി സമയത്ത് കുട്ടിക്ക് സൈഡ് ലൈൻ പൊസിഷൻ കൊടുക്കാൻ കാരണം കൂടെ പറയുക. ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണോ? ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണോ സർജറി സമയത്ത് സൈഡ് ലൈൻ പൊസിഷൻ കിടത്താൻ കാരണം കൂടെ ഓർമ്മിക്കുക. ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ശേഷം എന്ത് ചെയ്യൂടെ? ശേഷം ആ കുട്ടിയുടെ പറയും എന്താണ് ആ ചുമച്ചാലും നന്നായിട്ട് കഫ് ചെയ്താലും സ്നീസ് ചെയ്താലും അവിടെ ഈ പറയും ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കാറുണ്ടോ? ഉണ്ടോ? ആ ചുമയ്ക്കുമ്പോഴും സ്നീസ് ചെയ്യുമ്പോഴും അവിടെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലേ? അതും നോക്കണം. ഇറ്റ്സ് ക്ലിയർ ഫോർ എല്ലാവർക്കും? ക്ലിയർ ആയോ? എല്ലാവർക്കും ദ ടോൺസിലൈറ്റിസം ഓർ ദ അഡിനോയിഡ്സ് എന്നൊരു കണ്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ വെച്ച് എഴുതുമല്ലോ. ശ്രദ്ധിച്ചാണ്, ഞാൻ വളരെ പതുക്കെയല്ലേ പറയുന്നല്ലേ. ഞാൻ ഓരോന്ന് സ്റ്റോപ്പ് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതോടെ. ഒരു ചോദ്യം ചോദിച്ചാൽ എഴുതുമല്ലോ. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ ആദ്യത്തെ കണ്ടീഷൻ ക്ലിയർ ആയല്ലോ. റെസ്പിറേറ്ററിയിലുള്ള ഇൻ ദ പീഡിയാട്രിക്കുള്ള ഫസ്റ്റ് കണ്ടീഷൻ എല്ലാവർക്കും തന്നെ ക്ലിയർ ആയല്ലോ. യെസ്. ദ സെക്കൻഡ് കണ്ടീഷനിലോട്ട് പോകാമോ? സെക്കൻഡ് കണ്ടീഷനിലോട്ട് പോകടെ. സെക്കൻഡിലോട്ട് പോകാമല്ലോ. എന്താ ദ ഗ്രൂപ്പ്? എന്താ സെക്കൻഡ് കണ്ടീഷൻ ആണ്. ദ സെക്കൻഡ് കണ്ടീഷൻ ആണ് ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ എന്താണ് ദ ഗ്രൂപ്പ്? കേരള PSC ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഈ പറഞ്ഞ ദ ഗ്രൂപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ?
ഇറ്റ് ഇസ് അതർ വേസ് നോൺ ആസ് LTB. എന്താണ് നമ്മൾ ഇപ്പോഴും എന്താ ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞ പേരാണ്. ഇറ്റ്സ് LTB. എന്താ ഇറ്റ്സ് LTB എന്ന് പറഞ്ഞത് പണ്ട് തൊട്ടേ ഷോർട്ട് ഫോം പഠിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് LTB എന്നാ എന്താ ലരിഞ്ചോ ട്രക്യോ ബ്രോങ്കൈറ്റിസ് ആണോ? ആലോചിച്ച് പറയുക. എപ്പോഴും ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് ലരിഞ്ചോ ട്രക്യോ ബ്രോങ്കൈറ്റിസ് അല്ലേ. സോ ഗ്രൂപ്പിനെ വിളിക്കുന്ന മറ്റു പേരെന്താ ലരിഞ്ചോ ട്രക്യോ ബ്രോങ്കൈറ്റിസം എന്നും പറയും. കാരണം എന്താ, എന്തുകൊണ്ടാ നമ്മൾ ഇവനെ ലരിഞ്ചോ ട്രക്യോ ബ്രോങ്കൈറ്റിസം? കാരണം എന്താണ്, ഇവൻ എവിടെയൊക്കെ ബാധിക്കും? ലാരിങ്സും ട്രക്കിയും കൂടെ ബാധിക്കുന്നുണ്ടാണോ? ആണോ? ലാരിങ്സും ട്രക്കിയും കൂടെ ഒരു ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ടാണോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ആലോചിച്ച് പറയുക. ലാരിങ്സിലും ട്രക്കിയക്കും ഇൻഫ്ലമേഷൻ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഗ്രൂപ്പ് എന്ന കണ്ടീഷൻ വരുന്നത് ആണ്. ഇതും കുട്ടികളിലെ വരുന്നത്. ആലോചിച്ച് പറയും, ഇതും കുട്ടികളിലെ വരുന്നത്. ഇതും കുട്ടികളിലല്ലേ? ഈ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ മൊത്തം കുട്ടികളാട്ടോ, മറക്കരുത്. ഇത് മറ്റേ റെസ്പിറേറ്ററിയുമായിട്ട് ആരും കണക്ക് കൂട്ടരുത്. സോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സംഭവം എന്താ? ആർക്ക് പറയാം? ഇത് ഇൻഫെക്ഷൻ തന്നെയല്ലേ? ഇതും വൈറൽ ഇൻഫെക്ഷൻ തന്നെയല്ലേ? ഇതും വൈറൽ ഇൻഫെക്ഷൻ തന്നെയല്ലേ? ആണല്ലേ, ഇതും വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ചോദ്യം ഉണ്ടാവുന്നത്, ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്? ഏത് പ്രായത്തിലായിരിക്കും ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു? ആ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു തരട്ടെ, ആ ചോദ്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഏതെങ്കിലും സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ബാർക്കിംഗ് കഫ് എന്നിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ബാർക്കിംഗ് കഫ് എന്നൊരു ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് പറയുക. ഉണ്ടോ? ഉണ്ടല്ലോ. എല്ലാരും പറയാം, എല്ലാരും ഉണ്ടല്ലോ. ഉണ്ട്. അത് ഇവിടെയല്ലേ വരുന്നത്? ഈ പറഞ്ഞ ഗ്രൂപ്പിലല്ലേ വരുന്നത്. സോ ഉണ്ടാവും. സോ ഇത് പ്രായപരിധി ഏതാ? ഒരു 6 മാസം മുതൽ 5 വയസ്സിനിടയിൽ, 6 മാസം മുതൽ 5 വയസ്സിനിടയിൽ ഇൻഫെക്ഷൻ വരുന്നു. ശേഷം ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെയുള്ള കുട്ടിയുടെ കഫ് ടൈപ്പ് എങ്ങനെയാ? ബാർക്കിംഗ് കഫ് അല്ലേ? ബാർക്കിംഗ് കഫ് വരും. സ്ട്രീഡർ എന്ന് കേട്ടോ? സ്ട്രീഡർ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതും വരും. ശേഷം നല്ല ഡീപ്പായിട്ടുള്ള റെസ്പിറേറ്ററി ഡിസ്ട്രസ്. സ്ട്രിഡർ എന്ന് പറഞ്ഞ എന്താ? സ്ട്രിഡർ എന്ന് പറഞ്ഞ എന്താ? അതും ക്വസ്റ്റൻ ആയിരുന്നു. സ്ട്രിഡർ മീനിങ് എന്താ? നല്ല ഹൈ പിച്ച് ഉള്ള വീസിംഗ് ആണോ? നല്ല ഹൈ പിച്ച് വീസിംഗ് ആണോ? പ്രീവിയസ് കേരള PC എക്സാം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലോ. ആരും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, ഇത് കേരള PC എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇത് അവിടെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്ത് പഠിപ്പിക്കുമ്പോഴും പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ കുട്ടികൾക്ക് അറിയാം, ഞാൻ എന്തെങ്കിലും പറയും ഇത് കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇത് മറ്റേ എയിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് RRB ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. സോ സ്ട്രീഡർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഹൈ പിച്ച് ആയിട്ടുള്ള വീസിംഗ് സൗണ്ട് അല്ലേ? നല്ല ഹൈ പിച്ച് ആയിട്ടുള്ള വീസിംഗ് സൗണ്ട് വിളിക്കുന്ന പേരെന്താ? സ്ട്രീഡർ എന്ന് പറയാം. എന്തുകൊണ്ടാ ഉണ്ടാവും സ്ട്രീഡർ? ചുമ്മാ ഒന്നും ഉണ്ടാവത്തില്ല. എയർ ഫ്ലോയ്ക്ക് ഈ പറഞ്ഞ ഒരു തടസ്സം വരുമ്പോഴല്ലേ? അത് ശരിയല്ലേ? എയർ ഫ്ലോയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ കാരണമല്ലേ? ശരിയല്ലേ? എയർ ഫ്ലോയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം നല്ല മ്യൂസിക്കൽ ബ്രീത്തിങ് ഉണ്ടാവും. ശരിയല്ലേ? എയർ ഫ്ലോയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ നല്ല മ്യൂസിക്കൽ ബ്രീത്തിങ് ഉണ്ടാകാറുണ്ട്. ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും സ്ട്രിഡർ എന്ന് പറയുമ്പോഴും റെസ്പിറേറ്ററി ഡിസ്ട്രസിലെ വരുന്നതാണോ? ആലോചിച്ച് പറയുക. ആരെങ്കിലും എവിടെയും കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ബാർക്കിംഗ് കഫും ഈ പറഞ്ഞ ഗ്രൂപ്പും റെസ്പിറേറ്ററി ഡിസ്ട്രസും ഒക്കെ വരുന്നത് എപ്പോഴും ഈ പറഞ്ഞ ലാരിങ്സിൽ ഇൻഫ്ലമേഷൻ കൊണ്ടാണോ? ട്രക്കിയൽ ഇൻഫ്ലമേഷൻ കൊണ്ടാണോ? അത് ബ്രാഞ്ചസിനെ അഫക്ട് ചെയ്യുന്നുണ്ടാണോ? ആർക്ക് പറയാം?
ആർക്ക് പറയാം? ഈ പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുന്നതും റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയുന്നത് ഇവയെല്ലാം എപ്പോഴും ലാരിങ്സും ട്രക്കിയും അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണോ വരുന്നത്? എന്റെ ചോദ്യം അതാണ്. എന്റെ ചോദ്യം അതാണ്. ആർക്ക് പറയാം? യെസ് ഓർണോ? ഈ പറഞ്ഞത് ഗ്രൂപ്പ് എന്ന് പറയുന്നതും റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയുന്നതും ഇതെല്ലാം വരുന്ന എപ്പോഴും ലാരിങ്സിനെ പ്രധാനമായിട്ടും അഫക്ട് ചെയ്തൊരു ഇൻഫ്ലമേഷൻ വരുന്നതുകൊണ്ടാണോ എപ്പോഴും കുട്ടികൾക്ക്? യെസ് അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആലോചിച്ചോക്കട്ടെ, ഇവിടെ കുട്ടികൾക്ക് എപ്പോഴും ഈ പറഞ്ഞ ലാരിങ്സ് ഇൻഫ്ലമേഷൻ വരുമ്പോഴല്ലേ എപ്പോഴും ഗ്രൂപ്പ് വരുന്നതും ബാർക്കിംഗ് കഫ് വരുന്നതും റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരുന്നതും എല്ലാം അപ്പോഴാണ് വരുന്നത്. സോ ഈ പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വൈറസ് കാരണം വരുന്നതല്ലേ? ശരിയല്ലേ? ഗ്രൂപ്പ് എന്ന് പറയും എപ്പോഴും വൈറസ് കാരണമാണ് വരുന്നത്. എത്ര ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്? ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? അവിടെ എത്ര ടൈപ്സ് ഉണ്ട്? ഏറ്റവും മോസ്റ്റ് കോമൺ എത്ര ടൈപ്പ് ഉണ്ട് അവിടെ? 2 ടൈപ്പ് ഉണ്ടല്ലേ? there are 2 types of ഗ്രൂപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഏതൊക്കെയാ? ആരെങ്കിലും ഫാൾസ് ഗ്രൂപ്പ് ഉണ്ട്? ഫാൾസ് ഗ്രൂപ്പ്, ഫാൾസ് ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പറ പറ പറ, എല്ലാരും പറയണേ, എല്ലാരും പറയും. ഇല്ല, പറയും. എല്ലാരും പറഞ്ഞ മതം പറയുള്ളൂ. എല്ലാവരും പറയണം. ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ല. ആലോചിച്ച് പറയാ, ആലോചിച്ച് പറയുക. ആരെങ്കിലും എവിടെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ടൈപ്സ് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. സോ ഫാൾസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഉണ്ടാകാൻ കാരണക്കാരൻ ആരാ? ബാക്ടീരിയ കാരണം കേട്ടോ. ഫാൾസ് ഗ്രൂപ്പ് എന്ന് പറയും എപ്പോഴും ആൻഡ് കോസ് എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ്. ആലോചിച്ച് നോക്കൂടെ, ഈ പറഞ്ഞ ബാക്ടീരിയ വരുന്നു, ഈ പറഞ്ഞ ട്രക്കിയും ലാരിങ്സിലും ചേർത്തത് ബ്രോങ്കൈറ്റിസ് വരുന്നെങ്കിൽ ഒരു കുട്ടിക്ക് ഈ പറഞ്ഞത് ലാരിങ്സിലും ട്രക്കിയിലും ബ്രോങ്കൈറ്റിസും ചേർന്നവരാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ഒരു ബാക്ടീരിയ വന്നു, അഫക്ട് ചെയ്തു, ട്രക്കിയിൽ അഫക്ട് ചെയ്തു, ലാരിങ്സിൽ അഫക്ട് ചെയ്തു, ഓർ ബ്രോങ്കയിലും അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ? അവിടെ 3 കാര്യത്തിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. ലാരിങ്സ് ഉണ്ട്, ട്രക്കി ഉണ്ട്, ആൻഡ് ബ്രോങ്കൈ. അവ 3നും കൂടെ ചേർത്താണ് ഈ പറഞ്ഞത് ഗ്രൂപ്പ് വരുന്നെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ഫാൾസ് ഗ്രൂപ്പ് എന്ന് പറയാൻ. ഇവ 3നും ചേർത്ത് വന്നാൽ വിളിക്കുന്ന പേരെന്താ? ഫാൾസ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഇത് മറക്കോ, ഇത് മറക്കോ, ഒരിക്കലും മറക്കരുത്. എവിടെയൊക്കെയാ? എവിടെയൊക്കെയാ? ട്രക്കിയ, ലാരിങ്സ് ആൻഡ് ബ്രോങ്കൈ, ഇവ 3നും കൂടെ ചേർത്ത് ഈ പറഞ്ഞത് ഗ്രൂപ്പ് വരികയാണെങ്കിൽ എന്ത് വിളിക്കാം? ഫാൾസ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. എപ്പോഴും യൂഷ്വലി വൈറസ് കാരണമാണ് എപ്പോഴും ഫാൾസ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ഏത് വൈറസാ? ഏത് വൈറസാ? പറഞ്ഞു ഇത് ഫാൾസ് ഗ്രൂപ്പ് ഉണ്ടാകാൻ കാരണം വൈറസ് ഏതാ? ആർക്കറിയാമോ? ആർക്കറിയാമോ? ഫാൾസ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കാരണക്കാരനായ മോസ്റ്റ് കോമൺ വൈറസ് ഏതാ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ വൈറസ് എന്ന് പറയുന്നത് ആരെങ്കിലും പാരാ ഇൻഫ്ലുവൻസ ടൈപ്പ് 1 വൈറസ് കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും? എവിടെയെങ്കിലും പാരാ ഇൻഫ്ലുവൻസ ടൈപ്പ് 1, പാരാ ഇൻഫ്ലുവൻസ ടൈപ്പ് 1 കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? 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 ഇവ ഇൻഫ്ലുവൻസ് കേട്ടിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് കേട്ടിട്ടുണ്ട്. പാരയോ? പാരാ ഇൻഫ്ലുവൻസ് ടൈപ്പ് 1 ഉണ്ട്. ആ വൈറസ് ആണ് എന്തുണ്ടാക്കുന്നത്? എപ്പോഴും ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള മോസ്റ്റ് കോമൺ വൈറസ് എന്ന്. അതെന്താ? ഫാൾസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഫാൾസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവന്റെ മോസ്റ്റ് കോമൺ വൈറസ് എന്ന് പറയുന്നത് ഇവനാണ്. അവിടെ വേറെ വൈറസ് ഏതുണ്ടോ അവിടെ? ആർക്കറിയാമോ? അവിടെ വേറെ ഏതെങ്കിലും വൈറസിന്റെ പേര് അറിയാമോ? ആണെങ്കിലും എവിടെയെങ്കിലും റെസ്പിറേറ്ററി സിൻസിറ്റൈൽ വൈറസ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റെസ്പിറേറ്ററി സിൻസിറ്റൈൽ വൈറസ് കേട്ടിട്ടുണ്ടോ? അവിടെ RSV, RSV, RSV,
ഉണ്ട് ഉണ്ട്, അവനും ഈ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കാം, അവനും ഈ പറഞ്ഞ ഫാൾസ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. സോ ഫസ്റ്റ് കാരണക്കാരനായ ഫസ്റ്റ് ആരാ? എപ്പോഴും ദ ഫാൾസ് ഗ്രൂപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം എന്ത് ഓർമ്മ വരും? ഫാൾസ് ഗ്രൂപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ അത് അഫക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാ? ട്രക്കി ഉണ്ട്, ദ ലാരിങ്സ് ഉണ്ട്, ആൻഡ് ദ ബ്രോങ്കി. ഇവ മൂന്നിലും കൂടെ ചേർന്ന് അഫക്ട് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് ഫാൾസ് ഗ്രൂപ്പ് എന്നും. അവന്റെ ഏറ്റവും ദ കോസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് കോസാണ്? എന്ത് കോസാ? മോസ്റ്റ് കോൺ കോസ് ഏതാ? കാരണക്കാരൻ. പാരാ ഇൻഫ്ലുവൻസ് ദ ടൈപ്പ് 1 വൈറസ് ആണ്. പാരാ ഇൻഫ്ലുവൻസ് ദ ടൈപ്പ് 1 വൈറസ് ആണ് അവന്റെ കാരണക്കാരൻ എന്നും ഓർമ്മിക്കുക. ഇനി അടുത്ത കോസ് ചോദിക്കുകയാണെങ്കിൽ RSV ഉണ്ട്, ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്. ഓർമ്മിക്കണം, എപ്പോഴും ദ ഫാൾസ് വൈറസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? ഇടയിൽ RRB എക്സാം എഴുതുന്ന ഇറങ്ങിയുണ്ട് ഇതിനകത്ത്? RRB എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ഇവിടെ RRB എക്സാം RRB ഉണ്ട് ഉണ്ട്. യെസ്, ഉണ്ട് ഉണ്ടല്ലോ. യെസ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത് വൈറസിന്റെ പേരെന്താ? RSV അല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കാരണക്കാരനായ ദ വൈറസിന്റെ പേര് ചോദിച്ചാൽ അത് RSV. ഇനി ബാക്ടീരിയ ഉണ്ടോ അവിടെ? ബാക്ടീരിയ ഉണ്ടോ? ഇനി ബാക്ടീരിയ ഉണ്ടോ? ഉണ്ടോ ഉണ്ടോ? ഈ പറഞ്ഞ ഗ്രൂപ്പ് വരാൻ കാരണമായി ഈ പറഞ്ഞ ബാക്ടീരിയ വരികയാണെങ്കിൽ അവനെയല്ലേ നമ്മൾ ഫാൾസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ ഗ്രൂപ്പ് വരുന്നത് ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ അവനെ ഫാൾസ് ഗ്രൂപ്പ് എന്നും വിളിക്കാം. ഇത് ചില സമയത്ത് കുട്ടികൾക്ക് ഒരു സമയത്ത് അത് ടോൺസിലൈറ്റിസ് ആണോ അഡിനോയിഡിറ്റിസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇത് വരുന്ന സമയത്ത് അത് ടോൺസിലൈറ്റിസ് ആണോ അഡിനോയിഡിറ്റിസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ പെട്ടെന്ന്? പറ്റോ? പറ്റില്ല അല്ലേ? പറ്റാറില്ല. സോ ഇവിടെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ചോദ്യം അവിടെ ഉണ്ട്. ചോദ്യം അവിടെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാ? ഏറ്റവും പ്രധാനപ്പെട്ട ആർക്ക് പറയാം? ചോദ്യം കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ഫീവർ. എന്ത് ഫീവറാ? ചില സമയം നല്ല ലോ ഫീവറും ചിലപ്പോ നല്ല ഹൈ ഗ്രേഡ് ഫീവറും അല്ലേ? ചിലപ്പോ നല്ല ഏറ്റവും ലോ ഗ്രേഡ് ആയിരിക്കും, ചില സമയം നല്ല ഏറ്റവും ലോ ഗ്രേഡും ചില സമയം നല്ല ഹൈ ഗ്രേഡ് ഫീവറും വരാൻ ചാൻസ് ഉണ്ടായിരിക്കും അല്ലേ? ശരിയല്ലേ? ആദ്യം പനി വന്നു. പനി വന്ന ശേഷം ആ ശ്വാസം എടുക്കുമ്പോൾ സ്റ്റിഡർ കേൾക്കോ? ആലോചിച്ച് പറയുക. ആ കുട്ടി ഇൻസ്പിറേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റിഡർ കേൾക്കുമല്ലോ. സോ ദ ഇൻസ്പിറേറ്ററി സ്റ്റിഡേഴ്സും ഉണ്ടാവാം. ശേഷം ദ സൈനോസിസ് വരാവൂടെ? സൈനോസിസ് ആലോചിച്ച് പറയുക. സൈനോസിസ് വരാം. വേറെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഈ പറഞ്ഞത് വീസിങ് എങ്ങനെ ടൈപ്പ് വീസിങ് ആയിരിക്കും? ഈ വരുന്നത് വീസിങ് എങ്ങനത്തെ വീസിങ് ആയിരിക്കും? ചിലപ്പോ ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ദ ക്രാക്കിൾസ് ഓർ ദ റെയിൽസ് കണ്ടിട്ടുണ്ടോ? ആ സൗണ്ട് എങ്ങനെയായിരിക്കും? സൗണ്ട് കേരള PC പ്രീവിയസ് ചോദ്യം. ഈ പറഞ്ഞ ദ ലങ് സൗണ്ട് എങ്ങനെയാ? ആ കുട്ടികൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ലങ് സൗണ്ടുകൾ എങ്ങനെയായിരിക്കും? ആലോചിച്ച് പറഞ്ഞേ. ദ ക്രാക്കിൾസ് ആൻഡ് ദ റെയിൽസ് അല്ലേ? എങ്ങനെയാ ആ കെട്ടിക്കിടക്കുന്ന? ആലോചിച്ച് പറയുക. ആ കെട്ടിക്കിടക്കുന്ന സെക്രീഷന്റെ മുകളിൽ കൂടി എയർ പാസ് ചെയ്ത് പോകുമ്പോൾ സൗണ്ടാണോ? ആ കെട്ടിക്കിടക്കുന്ന സെക്രീഷന്റെ മുകളിൽ കൂടി ആലോചിച്ച് നോക്കുക. ആ കുട്ടിയുണ്ട് അവിടെ, എന്താണ് ഈ പറഞ്ഞ സെക്രീഷൻ ഉണ്ട്. സെക്രീഷൻ കെട്ടിക്കിടക്കുന്ന സെക്രീഷന്റെ മുകളിൽ കൂടി എന്താ എയർ പാസ് ചെയ്ത് പോകുമ്പോൾ കേൾക്കുന്ന വിളിക്കുന്ന പേരെന്താണ്? ദ ക്രാക്കിൾസ് ആൻഡ് ദ റെയിൽസ് അല്ലേ? ശരിയല്ലേ?
മലയാളത്തിൽ പഠിക്കണേ, മലയാളത്തിൽ പഠിക്കണേ, ഇങ്ങനെ പഠിക്കുക. എന്ത് പഠിക്കും? ആ സെക്രീഷൻ കെട്ടിക്കിടക്കുകയാണ്, സെക്രീഷൻ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതിന്റെ മുകളിൽ കൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ കേൾക്കുന്ന ദ സൗണ്ട് ഏതാ? ദ ക്രാക്കിൾസ് ആൻഡ് ദ റെയിൽസ് അല്ലെ? ആ ലങ് സൗണ്ട് കേരള PC പ്രീവിയസ് ചോദ്യമായിരുന്നു. എഴുതോടെ എഴുതും. സാധാരണഗതിയിൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് ഹീൽ ചെയ്ത് പോകും, അത് അനുമതി കൊടുക്കും. ഇത് മാനേജ്മെന്റ് ആയിട്ട് സാധാരണഗതിയിൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കോ, അത് സ്വന്തമായിട്ട് പോകോ? ആലോചിച്ച് പറയുക, ആലോചിച്ച് പറയുക. സെൽഫ് ഹീലിംഗ് ആയിട്ട് പോകുമോ, അത് ആന്റിബയോട്ടിക് കൊടുക്കും? ആലോചിച്ച് പറയല്ല. ക്രീം എടുക്കും അല്ലേ? ആ പറഞ്ഞ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണേ? ആ പറഞ്ഞ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇറ്റ്സ് ദ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആന്റിബയോട്ടിക് കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കുക. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇറ്റ്സ് ദ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ, സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ശേഷം ദ റെസ്റ്റ് കൊടുക്കണം. പിന്നെ ഓക്സിജന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഇറ്റ്സ് ദ ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ അല്ലേ? ആണല്ലേ? ആ പിന്നെ ഇത് വൈറൽ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്, എന്താണ്? നല്ല വെള്ളം കുടിക്കാൻ പറയാറുണ്ടോ? ഇത് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നിറയെ വെള്ളം കുടിക്കണം, നിറയെ ഓറൽ ഫ്ലൂയിഡ് കുടിക്കാൻ, വെള്ളം ഒരുപാട് വേണം അല്ലേ? യെസ്. ഇനി സൈനോസിസ് വരുന്നത് എന്തുകൊണ്ടാ? ഓക്സിജൻ കുറയുന്നുണ്ടാണോ? സൈനോസിസ് വരുന്നത് എന്തുകൊണ്ടാ? ഓക്സിജൻ കുറയുന്നുണ്ടാണോ? ആണല്ലേ? ഓക്സിജൻ കൊടുക്കുന്നുണ്ടല്ലേ? ആണ്. ഇനി ഈ പറഞ്ഞ സൗണ്ട് മാറ്റാൻ വേണ്ടിയേ, ഇത് ബ്രീത്തിങ് സൗണ്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എപ്പോഴും അസ്താലിന് കൊടുക്കാറുണ്ടോ? ഇസ് ബ്യൂഡിക്കോട്ടും അസ്താലിനും ഒക്കെ കൊടുക്കാറുണ്ടോ? അവിടെ കൊടുക്കാറുണ്ടോ? ഉണ്ട്, അവയും കൂടെ കൊടുക്കാറുണ്ട്. സോ ദീസ് ആർ അബൌട്ട് ദ ഗ്രൂപ്പിനെ കുറിച്ച് ക്ലിയർ ആയ എല്ലാവർക്കും ദ ഗ്രൂപ്പിനെ കുറിച്ച് ക്ലിയർ ആയി. നമ്മൾ 2 കണ്ടീഷൻ പഠിച്ചതൊക്കെയാ. ഇത് 2 കണ്ടീഷൻ പഠിച്ചതൊക്കെയാ. 2 കണ്ടീഷൻ മാത്രം പഠിച്ചതൊക്കെയാ. ഏതൊക്കെ പഠിച്ചു? ഒന്ന് ഏതാ? ഫസ്റ്റ് പഠിച്ചേതാ? ദ ടോൺസിലൈറ്റിസും അഡിനോയിഡ്സ് ചേർത്ത് പഠിച്ചല്ലേ? ദ ടോൺസിലൈറ്റ്സും അഡിനോയിഡ്സ് ചേർത്ത് പഠിച്ചു. ആൻഡ് ദ ഗ്രൂപ്പും പഠിച്ചു. ക്ലിയർ ഫോർ ഓൾ? അടുത്ത കണ്ടീഷൻ നോക്കാമോ? അടുത്ത് നോക്കാമോ? ദ ന്യൂമോണിയ. എനിക്കൊരു 6 മാസം കൊണ്ട് ദ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ്, 6-7 മാസം കൊണ്ട് ഇനി വരാൻ പോകുന്നത് DME എക്സാമിന് ദ കംപ്ലീറ്റ് സിലബസ് ഇപ്പൊ എക്സാമിന് തൊട്ടുമ്പ് ക്ലിയർ ചെയ്യണം. 6 മാസം കൊണ്ട്. എന്റെ ഒരു കറക്റ്റ് 3 മാസം എന്ത് ചെയ്യണം ബാക്കി? പറയട്ടെ. ഫസ്റ്റ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ അടുത്ത 3 മാസം എന്ത് ചെയ്യണം? 9 മാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ബാക്കി? റിവിഷൻ മാത്രം മതിയോ? ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ കേരള PC ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണോ? അല്ല. ഇത് കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും പഠിപ്പിക്കുന്ന മാഡംസ് നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായി തരും. ഓക്കെ, ഇത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന മാഡംസ് എന്ന് പറയാം. അങ്ങനെ പറയത്തുള്ളൂ. അവർ നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി തരും. ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ പോകുന്ന എക്സാമിന് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ DHS എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 92+ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും പഴയ ആൾക്കാർക്കുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇത് കറക്റ്റ് 80 ക്വസ്റ്റ്യൻ ഇത് തിയറിയിൽ നിന്നും 12 ക്വസ്റ്റ്യൻ ഇൻ ദ ക്വസ്റ്റ്യൻ തിരിയിലടെ ആരെങ്കിലും ഉണ്ടോ? പഴയ ആൾക്കാർ ഇതിനകത്തുണ്ടോ? പഴയ ആൾക്കാരാണെങ്കിൽ ഉണ്ടത് അവർക്കറിയാമായിരിക്കും. ഒരു കറക്റ്റ് 80 ക്വസ്റ്റ്യൻ തിയറിയിൽ നിന്നും 12 ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതുപോലെ ഇനി വരാൻ പോകുന്ന എക്സാമിനും ഉണ്ടായിരിക്കും. സോ നോക്കാം. ദ ന്യൂമോണിയ ഹെഡിങ് കിട്ടോ? ദ ന്യൂമോണിയ. എന്താ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ? എന്താ ന്യൂമോണിയ?
ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? ആർക്ക് പറയാം? ഡെഫിനിഷൻ പറ. പണ്ട് കോളേജ് പഠിക്കും പറയുന്ന കാര്യമാണ് ഇൻഫ്ലമേഷൻ അല്ലേ? പണ്ട് കോളേജിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ മാത്രമാണോ? ഇൻഫ്ലമേഷൻ ലങ് പാരൻകൈമ മാത്രമാണോ? അല്ല. ഇൻഫ്ലമേഷൻ വന്നിട്ട് ഇത് കട്ടി പിടിക്കുന്ന പേരെന്താടെ? ആദ്യം ഇൻഫ്ലമേഷനും പതിയെ പതിയെ അത് കട്ടിയായി മാറുന്നതിന് വിളിക്കുന്ന പേരെന്താ? ദ കൺസോളിഡേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ വാക്ക്? ആരെങ്കിലും ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ദ കൺസോളിഡേഷൻ. കൺസോളിഡേഷൻ അത് കട്ടി പിടിക്കും അല്ലേ? അത് കട്ടി പിടിക്കും. ഇൻഫ്ലമേഷൻ വരും, ശേഷം ദ കൺസോളിഡേഷൻ കട്ടി പിടിക്കുന്നു. എവിടെ പിടിക്കും? ഇൻ ദ ലങ് പാരൻകൈമ. ദ ലങ് പാരൻകൈമയുടെ ഇൻഫ്ലമേഷൻ വരും, ശേഷം ദ കൺസോളിഡേഷൻ കട്ടി പിടിക്കുന്നതിനെയാണ് നമ്മൾ എപ്പോഴും ന്യൂമോണിയ എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും വേറെ എവിടെ പഠിക്കാൻ പോയാൽ ഇങ്ങനെ പറയോ? ഇത് കട്ടി പിടിക്കുക എന്ന് വാക്ക് പറയോ? അവിടെ ഇംഗ്ലീഷ് വാക്ക് മാത്രമേ പറയുള്ളൂ, ദ കൺസോളിഡേഷൻ അല്ലേ? അല്ലെ? ശരിയല്ലേ? വേറെ എവിടെ പഠിക്കാൻ പോലും പറയും എന്താണ്? ഇത് കൺസോളിഡേഷൻ എന്ന വാക്ക് പറഞ്ഞു പോകും. ഇവിടെയാണ് പറയുന്നത് പച്ച മലയാളം, കട്ടി പിടിക്കുക, തലയിറങ്ങുക, അങ്ങനത്തെ വാക്കുകളെല്ലാം ഇവിടെ ഞാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ ഇവിടെ കട്ടി പിടിക്കും അല്ലേ? എന്ത് ചെയ്യും? ഇൻ ദ ലങ് പാരൻകൈമയുടെ ആദ്യം ഇൻഫ്ലമേഷൻ വരുന്നു, ശേഷം അത് കട്ടി പിടിക്കുന്നത് നമ്മൾ എപ്പോഴും ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇത് കുട്ടികളിൽ എപ്പോഴും ഈ പറഞ്ഞ ഡെത്ത് ഉണ്ടാക്കാൻ കാരണക്കാരനായ ഏറ്റവും കൂടുതൽ പ്രാവശ്യം, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡെത്ത് ഉണ്ടാക്കാൻ കാരണക്കാരനാരാ? ന്യൂമോണിയ എന്ന ഡിസീസ് അല്ലേ? ആലോചിക്കുക. ഇറ്റ്സ് അണ്ടർ 5 താഴെ, ഒരു 5 വയസ്സിന് താഴെ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എപ്പോഴും ഡെത്ത് ഉണ്ടാക്കാൻ കാരണക്കാരനായ ന്യൂമോണിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആണെന്ന കാര്യം കൂടെ ഓർമ്മ. ഇത് കമ്മ്യൂണിറ്റി ചോദിക്കും. ഇത് പീഡിയാട്രിക്കിലല്ല, ഇൻ ദ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കും. ഇസ് അണ്ടർ 5 താഴെയുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഡെത്ത് വരാൻ കാരണക്കാരനായ കണ്ടീഷൻ, ദ ഡിസീസ് കണ്ടീഷൻ ഏതാ? ന്യൂമോണിയ ആണ്. ന്യൂമോണിയ എന്ന കാര്യം അതായത് പീഡിയാട്രിക്കിലല്ല, കമ്മ്യൂണിറ്റിയിലായിരിക്കും ചോദ്യം വരുന്നത്. ഇത് ഏത് ഓർഗാൻസാ? ഏത് ഇപ്പൊ ഓർഗാൻസോ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്? ഇഷ്ടംപോലെ ഉണ്ടോ? എല്ലാവരും പറയണം. ഒന്നാണോ രണ്ടോ മൂന്നോ? അതറിയണ്ടോ? അറിഞ്ഞുകൂടാ. സോ ദ കോസസ് വെച്ച് നമുക്ക് അതിന്റെ ടൈപ്സ് പഠിച്ചാലോ? യെസ് ഓർ നോ? നമുക്ക് അതിന്റെ ദ കോസസ് അറിഞ്ഞുകൊണ്ട് ഇവയുടെ ഓരോന്നിന്റെ ദ കോസസ് വെച്ചുകൊണ്ടാണ് ദ ന്യൂമോണിയയുടെ ദ ടൈപ്സ് എല്ലാവരും പഠിക്കേണ്ടത്. സോ ദ ഫസ്റ്റ് ടൈപ്പ്, ഒരു ടൈപ്പിന് പേര് പറയട്ടെ, ഒരു ടൈപ്പ് പറയട്ടെ. ആർക്ക് പറയാം? ഇത് വൈറൽ ന്യൂമോണിയ. ഫസ്റ്റ് ടൈപ്പ് ഏതാ? ദ വൈറൽ ന്യൂമോണിയ. വൈറൽ ഫസ്റ്റ് ഏതാ? വൈറൽ. അറിയാം. ഇത് എന്ത് വൈറസ് ഉണ്ടാക്കുന്നത്? എന്ത് വൈറസ് ആയിരിക്കും? തൊട്ട് മുമ്പ് കേട്ടൊരു വൈറസിന്റെ പേരുണ്ട്, തൊട്ട് മുന്നേ കേട്ട വൈറസിന്റെ പേരുണ്ട്, RSV. RSV ഓർമ്മയുണ്ടോ? ദ മോസ്റ്റ് കോമൺ വൈറസ് RSV. RNA വൈറസ് അല്ലേ? RNA വൈറസ് അല്ലേ? RNA വൈറസ് ആണ് വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ വൈറസ് ഉണ്ടോ? നമ്മൾ തൊട്ടുമ്പ് വേറൊരു വൈറസിന്റെ പേര് പറഞ്ഞു, അഡിനോ വൈറസ്. ഓർമ്മയുണ്ടോ? അഡിനോ വൈറസ് അവനും ഉണ്ടാക്കാറുണ്ട്. സോ ഏതൊക്കെ വൈറസ്? RSV ഉണ്ട്. വേറെ ഏത് വൈറസ് ഉണ്ട്? അഡിനോ വൈറസ്. ഇതിൽ ആരാ? ദ DNA വൈറസ്. ആരാ? ഞാൻ തൊട്ടു പറഞ്ഞ കാര്യമാണ്, ആദ്യം പറഞ്ഞ കാര്യമാണ്. ആരാണ് ഈ പറഞ്ഞ DNA വൈറസ്? അഡിനോ. ഇതിൽ RNA വൈറസ് ആരാ? RNA വൈറസ് ആരാ? RSV എന്താ? ഒരു RNA വൈറസ് ആണ്. ശ്രദ്ധിച്ചു? ടോട്ടൽ 2 ഇടത്ത് വന്നില്ലേ? ടോട്ടൽ 2 സ്ഥലത്ത് വന്നില്ലേ ഈ കാര്യം? ഈ ഒരു പേര് ടോട്ടൽ 2 കണ്ടീഷനിൽ വന്നില്ലേ? 2 അല്ല 3 കണ്ടീഷനിൽ വന്നില്ലേ? ഏതൊക്കെ? ടോൺസിലൈറ്റിസ്, അഡിനോഡൈറ്റിസ് ആൻഡ് ദ ന്യൂമോണിയ അല്ലേ? ദ ടോൺസിലൈറ്റിസ്, അഡിനോഡൈറ്റിസ് ആൻഡ് ദ ന്യൂമോണിയ. ഉണ്ടോടെ? ആലോചിച്ച് പറയാ. ഉണ്ടോ? വന്നല്ലേ. പിന്നെ വേറെ വൈറസ് ഉണ്ടോ? ഇത്രയും വൈറസ് മാത്രമാണ് ഉണ്ടാക്കുന്നത്? ഇത്രയും വൈറസ് മാത്രമാണോ ദ വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്? അല്ല.
ആരെങ്കിലും ദ പാരാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? പാരാ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ വൈറസും പാരാ ഇൻഫ്ലുവൻസ വൈറസും രണ്ടുപേരും എന്തുണ്ടാക്കാറുണ്ട്? വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട്. സോ ദ ഫസ്റ്റ് ടൈപ്പായ വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പേര്, അതാണ് ചോദ്യം. ഏതൊക്കെയാ? RSV ഉണ്ട്. വേറെ ഏതാ? RSV ഒരു RNA വൈറസ് ആണ്. അണ്ട് അഡിനോ വൈറസ് ഉണ്ട്. ഇത് പാരാ ഇൻഫ്ലുവൻസയും ഇൻഫ്ലുവൻസ വൈറൽ, ഇവനൊക്കെയാണ് വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ഇനി ഇത് ബാക്ടീരിയൽ ന്യൂമോണിയ ആണെങ്കിലോ, ഇത് സെക്കൻഡ് ടൈപ്പായ രണ്ടാമത്തെ ടൈപ്പായ ദ ബാക്ടീരിയൽ ന്യൂമോണിയ ആരുണ്ടാക്കും? ഏതാണ് ദ മോസ്റ്റ് കോമൺ ബാക്ടീരിയ? ആർക്ക് പറയാം? ആരെങ്കിലും ദ ന്യൂമോകോക്കസ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ ന്യൂമോകോക്കസ് എപ്പോഴും കേൾക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഇത് ഇവിടെ വരുമ്പോൾ ദ ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത് മോസ്റ്റ് കോമൺ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാ? ദ ന്യൂമോകോക്കസ് ആണ്. അതിനുശേഷം മാത്രമാണ് സ്ട്രെപ്റ്റോകോക്കസ് വരുന്നത്. മറക്കരുത്, ഇത് ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കാൻ കാരണക്കാരൻ ഏറ്റവും ആദ്യം വരുന്നത് ഏതാ? ന്യൂമോകോക്കസ് ആണ്. ശേഷം മാത്രമാണ് സ്ട്രെപ്റ്റോകോക്കസും. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ ആരെങ്കിലും ദ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഇട്ടുണ്ടോ? ദ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ അവനും ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട്. സോ ഞാൻ ടോട്ടൽ 2 ടൈപ്സ് പറഞ്ഞു. ഞാൻ 2 ടൈപ്പ് പറഞ്ഞു. ഫസ്റ്റ് ടൈപ്പ് ഏതാ പറഞ്ഞത്? വൈറൽ ന്യൂമോണിയ അല്ലേ? ഫസ്റ്റ് പറഞ്ഞ ടൈപ്പ് ചെയ്ത വൈറൽ ന്യൂമോണിയ പറഞ്ഞു. അവന്റെ ഏറ്റവും മോസ്റ്റ് കോമൺ ചോദിച്ചാൽ RSV അല്ലെ? RSV വൈറസ് ആണ്. അവനൊരു RNA വൈറസ് ആണ്. രണ്ടാമത്തെ കാരണക്കാരനായ അഡിനോ വൈറസ് ഉണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ട്? ഇൻഫ്ലുവൻസയും ഉണ്ട്. ഇത്രയും വൈറസ് ന്യൂമോണിയ എന്ന് പറഞ്ഞു. അടുത്ത ബാക്ടീരിയൽ ന്യൂമോണിയ ആണെങ്കിൽ എന്തൊക്കെ കോസ് ചെയ്താ? മോസ്റ്റ് കോമൺ ഏതാ? ന്യൂമോകോക്കസ്. പിന്നെ ആരാ? ശേഷം സ്ട്രെപ്റ്റോകോക്കസ്. അതുപോലെ തന്നെ ഇത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട്. അടുത്ത ടൈപ്പ് ഉണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ആസ്പിറേഷൻ ന്യൂമോണിയ കേട്ടോ? ആസ്പിറേഷൻ ന്യൂമോണിയ കേട്ടിട്ടുണ്ടോ? ആസ്പിറേഷൻ അതെങ്ങനെയാ വരുന്നത്? അതെന്തുകൊണ്ടാ? ഫുഡും ലിക്വിഡും കൊണ്ടല്ലേ? ആസ്പിറേഷൻ ന്യൂമോണിയ വരുന്നത്. ഈ പറഞ്ഞ ഫുഡ് വഴിയും ലിക്വിഡ് വഴിയല്ലേ എപ്പോഴും ആസ്പിറേഷൻ വരുന്നത്? ആലോചിച്ച് പറയുക. ഫുഡും ലിക്വിഡും വഴിയിലെ ആസ്പിറേഷൻ ആണ്. ഫുഡും ലിക്വിഡും വഴിയല്ല. എന്താണ്? അതൊരു ബാക്ടീരിയ കയറുമ്പോൾ ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാവും. ഏറ്റവും അവസാനത്തെ ടൈപ്പാണ് ഇറ്റ് ഇസ് ദ കെമിക്കൽ ന്യൂമോണിയ. എന്ത് സംഭവം എന്താ? ദ കെമിക്കൽ ന്യൂമോണിയ ഇങ്ങനെ വരും. ഈ പറഞ്ഞ കൊച്ചുകുട്ടികൾ എന്തെങ്കിലും എടുത്ത് കുടിച്ചു കഴിഞ്ഞവരോടെ ആലോചിച്ച് പറയുക. പണ്ട് കാലത്ത് കൊച്ചുകുട്ടികൾ എന്തോ എടുത്ത് കുടിക്കുമ്പോൾ ഇത് വരും എന്ന് പറയാറുണ്ട്. മണ്ണെണ്ണ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് കെരോസിൻ. ആലോചിച്ച് പറയുക. പണ്ട് കാലത്ത് ഇത് മണ്ണെണ്ണ എടുത്ത് കുടിച്ചു കഴിയുമ്പോൾ അവർക്ക് ന്യൂമോണിയ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ ചാൻസ് ഉണ്ടോടെ? എവിടെ കേൾക്കാൻ? ഉള്ളതേ പഠിക്കില്ല. പിന്നെയാണ് പറഞ്ഞ നാട്ടിലുള്ള കാര്യങ്ങൾ പഴയ കഥകളെയൊക്കെ. ശരിയല്ലേ? ഉള്ളതേ പഠിക്കാൻ സമയം കിട്ടില്ല. ജോലിക്ക് പോകണം. നാട്ടിലെ കഥ കേൾക്കാനൊന്നും സമയമില്ല. ദ കെമിക്കൽ സബ്സ്റ്റൻസ് ലൈക്ക് ഏതാ? കെരോസിൻ കാരണവും അവയുടെ ആസ്പിറേഷൻ കാരണവും ദ കെമിക്കൽ ന്യൂമോണിയ ഉണ്ടാകാം. ക്ലിയർ ആയോടെ? ഈസിയാണോ പഠിക്കാൻ? ഈസിയാണോ? ഇതെല്ലാം പഠിക്കുന്നത് എവിടെയാ? ഇത് പീഡിയാട്രിക്കിൽ എവിടെയാ? റെസ്പിറേറ്ററി പ്രശ്നങ്ങളല്ലേ? പീഡിയാട്രിക്കില് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് അല്ലേ? സോ ദ കോസ് വെച്ച് എത്ര ടൈപ്പ് പഠിച്ചു? ദ കോസസ് വെച്ച് എത്ര ടൈപ്പ് പഠിച്ചു? 1, 2, 3 പഠിച്ചല്ലേ? ദ കോസസ് വെച്ച് 3 പഠിച്ചു. ഇനി വേറെ ടൈപ്പ് ഉണ്ടോ? നമ്മൾ ദ കോസ് വെച്ച് 3 ടൈപ്പ് പഠിച്ചു. നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന വേറെ കുറച്ച് ടൈപ്പ് ഇല്ല. ഈ അനാട്ടമിക്കൽ ഇത് വെച്ചിട്ട് അറിയാമോ ആർക്കെങ്കിലും?
അല്ലെങ്കിൽ എവിടെയെങ്കിലും ദ ലോബാർ ന്യൂമോണിയ എന്നോ ഓർ ദ ബ്രോങ്കോ ന്യൂമോണിയ എന്നൊക്കെ പേരിടും കേട്ടിട്ടുണ്ടോ? ആദ്യം പറഞ്ഞത് എന്ത് വെച്ചിട്ടാ പറഞ്ഞത്? ആലോചിച്ച് പറയുക. ഞാൻ ഇത്രയും ഫസ്റ്റ് 3 ടൈപ്പ് പറഞ്ഞ എന്ത് വെച്ചാ പറഞ്ഞത്? ഞാൻ ഫസ്റ്റ് 3 ടൈപ്പ് പറഞ്ഞത് അത് എന്ത് വെച്ചിട്ടാ പറഞ്ഞത്? ഉത്തരം പറഞ്ഞിട്ട് അടുത്തിലോട്ട് പോവാം. ഞാൻ ഫസ്റ്റ് 3 ടൈപ്പ് പറഞ്ഞത് അതിന്റെ കാരണം എന്ത് വെച്ചിട്ടാ പറഞ്ഞത്? ഫസ്റ്റ് 3 ടൈപ്പ് പറഞ്ഞ എന്തുകൊണ്ടാ വെച്ച് പറഞ്ഞേ? പറയുക. ഓർഗാനിസത്തിലാണല്ലേ? എന്തെങ്കിലും ഓർഗാൻസ് വെച്ചിട്ടല്ലേ? ഫസ്റ്റ് 3 ടൈപ്പ് എന്തെങ്കിലും ഓർഗാൻസ് വെച്ചിട്ടല്ലേ? ആലോചിച്ച് പറയുക. ഫസ്റ്റ് 3 പറഞ്ഞത് ഓർഗാനിസം വച്ചിട്ടല്ലേ? ഇനി പഠിക്കേണ്ട എന്ത് ടൈപ്പ്? അപ്പോ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് വെച്ച് ടൈപ്പ് ഉണ്ടല്ലോ. ഫസ്റ്റ് 3 പറഞ്ഞത് ഓർഗാനിസം വെച്ച് പറഞ്ഞു, ശരിയല്ലേ? ഫസ്റ്റ് 3 ഓർഗാനിസം വെച്ച് പറഞ്ഞു. പക്ഷെ ഇനി പഠിക്കാനുള്ളത് അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ്, അനാട്ടമിക് ക്ലാസിഫിക്കേഷൻ കൊണ്ട് അറിഞ്ഞിരിക്കണം. സോ നോക്കാം. അനാട്ടമിക് ക്ലാസിഫിക്കേഷൻ വെച്ച് ഫസ്റ്റ് വരുന്ന ടൈപ്പ് ഏതാ? ഫസ്റ്റ് വൺ ഇസ് ദ ലോബാർ. കേട്ടിട്ടുണ്ടോ? പേരിടുണ്ടോ എവിടെയെങ്കിലും? ആരെങ്കിലും പേരിടുണ്ടോ? ഉണ്ടോ പേര്? ദ ലോബാർ ന്യൂമോണിയ അല്ലെങ്കിൽ ദ ലോബുലാർ ന്യൂമോണിയ ഉണ്ട്. എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? ദ ലോബാർ എന്നും അല്ലെങ്കിൽ ദ ലോബുലാർ ന്യൂമോണിയ എന്നും കേട്ടിട്ടുണ്ട്. സംഭവം എന്താ? ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചോദ്യം തന്നെയാണ് ഇവിടുത്തെ ഉത്തരം. ഞാൻ പറയും, ഇവിടുത്തെ ചോദ്യം തന്നെ ഉത്തരം. ലങ്സിന്റെ ഈ പറഞ്ഞ ലങ്സിന്റെ ഒന്നോ അതിലധികമോ ദ ലോബ്സിനെ അഫക്ട് ചെയ്താൽ എന്ത് വിളിക്കാം? ചോദ്യം ഇത് തന്നെയായിരുന്നു. ദ ലങ്സിന്റെ ഒന്നോ അതിലധികം ദ ലോബ്സിനെ അഫക്ട് ചെയ്താൽ വരുന്ന ന്യൂമോണിയ ഏതാ? ചോദ്യം തന്നെയാണ് ഉത്തരം. പറയണേ. ലങ്സ്, ഒരു കുഞ്ഞിന്റെ ലങ്സിൽ ഒന്നോ അതൊന്നിലധികമോ ദ ലോബ്സിനെ അഫക്ട് ചെയ്താൽ വരുന്ന ടൈപ്പ് ഏതാ? ലോബാർ ന്യൂമോണിയ. ശരിയല്ലേ? എത്ര ലോബ്സ് ഉണ്ട് ഈ പറഞ്ഞ ലങ്സ്? എത്ര ലോബ് ഉണ്ട്? റൈറ്റ് സൈഡിൽ എത്ര ഉണ്ട്? 1, 2, 3 പറ. റൈറ്റ് സൈഡിൽ 3 ആൻഡ് ലെഫ്റ്റ് സൈഡിൽ എത്രയുണ്ട് ലോബ്? ലെഫ്റ്റ് സൈഡിൽ 2. റൈറ്റിൽ 3 ലെഫ്റ്റിൽ 2. ശരിയല്ലേ? അപ്പൊ അതിലെ 1, 2, 3 എന്ത് ചെയ്യുന്നു? ആ ലോബുകൾ അഫക്ട് ചെയ്ത് വരുന്ന ന്യൂമോണിയയിൽ ദ ലോബാർ ന്യൂമോണിയ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക. ആ ലോബുകളിൽ ഉണ്ടാവുന്നില്ലേ? ആലോചിച്ച് നോക്കുക. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, ആലോചിക്കണം. അവിടെ ഒന്നോ അതിലധികം ലോബുകളെ അഫക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ദ ലോബാർ ന്യൂമോണിയ. ആ പേര് മാത്രം ഓർമ്മിച്ചാൽ മതി. ദ സെക്കൻഡ് വൺ ഈസ് ദ ബ്രോങ്കോ ന്യൂമോണിയ. എന്താ ദ ബ്രോങ്കോ ന്യൂമോണിയ? ഇവിടെ ഒരു ലോബ് മാത്രമാണോ അഫക്ട് ചെയ്യുന്നത്? ഇൻ ദ ബ്രോങ്കോ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഒരു ലോബ് മാത്രമാണോ? കാര്യം മനസ്സിലായി പഠിക്കുക. സിമ്പിൾ കാര്യമാണ്. ഇൻ ദ ലോബാർ പറഞ്ഞു, അടുത്ത ബ്രോങ്കോ പറയുമ്പോൾ ഇവിടെ ലോബ് മാത്രമായിരിക്കില്ല. ബാക്കിയൂടെ പറ. ഇവിടെ ലോബ് മാത്രമല്ല, വേറെ എന്തുണ്ട്? ഇൻ ദ ബ്രോങ്കോ ന്യൂമോണിയയിൽ ദ ലോബ് മാത്രമല്ല, വേറെ എന്തുണ്ട്? പറയണേ. ഏറ്റവും ചെറിയ ഏരിയയിലോട്ട് പോകാറുണ്ടോ? ഏറ്റവും സ്മാളസ്റ്റ് ഏരിയ ആലോചിച്ച് നോക്കുക. മിക്കവാറും ഈ പറഞ്ഞ ട്രക്ക് ഡിവൈഡ് ചെയ്ത് പോയി പ്രൈമറി ആയി അത് ഡിവൈഡ് ചെയ്ത് പോകുന്ന പോലെ ചെറിയ ലോബായിട്ട് പോകുന്ന ഏരിയയിലും വരാറുണ്ടോ? ഉണ്ടോ? സ്മാളർ ഏരിയസ്, ചെറിയ ലോബുകൾ. ഏറ്റവും വലുതിൽ നിന്ന് ചെറുതായിട്ട് പോകുന്ന സ്മാളർ ലോബിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലോബിനെ അഫക്ട് ചെയ്താൽ ആ ടൈപ്പിന് വിളിക്കുന്ന പേരെന്താ? ട്രക്കിയിൽ നിന്ന് താഴോട്ട് വന്ന് വലിയ ലോബുകൾ മാറി ഏറ്റവും ചെറിയ ലോബുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ ദ ന്യൂമോണിയ അഫക്ട് ചെയ്ത് വിളിക്കുന്ന പേര് ദ ബ്രോങ്കോ ന്യൂമോണിയ. ശരിയല്ലേ? സ്മാളർ ഏരിയസിലോട്ട്
ഏറ്റവും വലിയ ലോബുകൾ അത് ചെറുതായി അത് ഡിവൈഡ് ചെയ്ത് പോയ ശേഷം ആ ചെറിയ സ്മാളർ ലോബുകളിലോട്ട് ഈ പറഞ്ഞ ന്യൂമോണിയ എഫക്ട് ചെയ്ത് വിളിക്കുന്ന പേര് ബ്രോങ്കോ ന്യൂമോണിയ. ഇത് എക്സ്റേ നോക്കാൻ പറ്റുമോ? അറിയാൻ പറ്റൂടെ? പറ്റുമല്ലോ. എക്സ്റേ നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ചെറിയൊരു പാച്ച് പോലെ കാണാൻ പറ്റത്തില്ലേ? അല്ലേ? ഏറ്റവും ചെറുതായിട്ട് ചെറിയ പാച്ചസ് ഇൻ ദ ടെർമിനൽ ബ്രോങ്കികൾ. ഇപ്പൊ ആൽവിയോളയിലും ആൻഡ് ടെർമിനൽ ബ്രോങ്കിയൽ ചെറിയ പാച്ചസ് പോലെ കാണുന്ന എന്ത് വിളിക്കാം? അത് ബ്രോങ്കോ ന്യൂമോണിയ എന്ന് നമ്മൾ വിളിക്കാം. ഇസ് എ ക്ലിയർ? എന്റെ ചോദ്യം ഇപ്പോ ഒറ്റ ലോബിനെ അഫക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ഇത് ലങ്സ് ഒരു കുട്ടിയുടെ ഒരു സിംഗിൾ ലോബിൽ അഫക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ന്യൂമോണിയ അഫക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ഒരു കുട്ടിയുടെ ലങ്സിലെ ഒരൊറ്റ സിംഗിൾ ലോബിനെ അഫക്ട് ചെയ്താൽ ലോബുലാർ അല്ലേ? അതേസമയം ഇനി ഒരു ലോബിലോ പക്ഷെ പലയിടങ്ങളിലായോ അതോ ഈ ആൽവിയോളയിലോ വന്നാൽ വിളിക്കുന്ന പേരെന്താ? ആൽവിയോളയിലും അഫക്ട് ചെയ്താൽ വിളിക്കുന്ന പേരെന്താ? ആൽവിയോളയിലും അഫക്ട് വിളിക്കുന്ന ബ്രോങ്കോ. വ്യത്യാസം മനസ്സിലായോ? ഓർമ്മിക്കണം. ആൽവിയോളെ പോലുള്ള പേരിൽ കണ്ടു കഴിഞ്ഞാൽ ടെർമിനൽ പോർഷൻ എന്ന് കണ്ടാലും എന്ത് ഓർമ്മ വരണം? എന്തോർമ്മ? ബ്രോങ്കോ. സോ ദ ബ്രോങ്കോ ന്യൂമോണിയയും ഓർ ദ ലോബുലാർ ന്യൂമോണിയ നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ? യെസ്. ഫസ്റ്റും സെക്കൻഡും ടൈപ്പ് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് എന്താ? ഇനി വേറെ പേരുണ്ടോ? ഇനി മൂന്നാമത് അറിവുണ്ടോ? എന്ത് പേരുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ കേട്ടുണ്ടോ? എവിടെയും കേട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സാധാരണ ആൾക്ക് കാണുമ്പോഴേ ദ ടൈപ്സ് ഓഫ് ന്യൂമോണിയ എന്നൊരു സാധനം പഠിക്കുന്ന സമയത്ത് ഇത് സിമ്പിൾ ആണെന്ന് വിചാരിക്കും അല്ലെ? ദ ടൈപ്സ് ഓഫ് ന്യൂമോണിയ എന്ന് കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് കരുതും. ശരിയല്ലേ? പക്ഷെ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറയും പോലെ പഠിക്കുക. ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുന്നത് എവിടെയാ? ടിഷ്യൂസിനെയാണോ? ദ ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ അവിടെ അഫക്ട് ചെയ്യുന്ന പാർട്ട് ഏതാ? ദ ലങ്സിന്റെ ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസ് അല്ലേ? ദ ലങ്സിന്റെ ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസിൽ കയറി അഫക്ട് ചെയ്ത വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ദ ലങ്സിന്റെ ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസിൽ കയറി ന്യൂമോണിയ വന്നാൽ വിളിക്കുന്നതിന്റെ പേരെന്താ? ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ. മൂന്ന് ടൈപ്പ് ക്ലിയർ ആയോ? മൂന്ന് ടൈപ്പ് ക്ലിയർ ആയോ? മൂന്നും ക്ലിയർ ആയോ? യെസ്. ഇനി എന്താണ് ഈ പറഞ്ഞ ന്യൂമോണിയയുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാ? എന്തൊക്കെ ഒരുപാടെ ആലോചിച്ച് പറയുക. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് എന്താ? ഫീവർ അല്ലേ? ഭയങ്കര പനി, നല്ല ഹൈ ഫീവർ. വെറും ഫീവർ അല്ല, നല്ല ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടായിരിക്കും. കൂടെ എന്തുണ്ടായിരിക്കും? നല്ല ചിൽസും ആയിരിക്കും അല്ലേ? നല്ല ചിൽസും ആയിരിക്കും. ഇങ്ങനെ കുട്ടികൾ എന്താണ് ഈ പറഞ്ഞ പ്രോപ്പർ ഫീഡിങ് കറക്റ്റ് ആയിരിക്കും? ഇങ്ങനെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പ്രോപ്പർ ഫീഡിങ് ഉണ്ടായിരിക്കും? ഇല്ല. നല്ല ഹൈ ഫീവർ വരുന്ന സമയത്ത് കുട്ടികളുടെ എന്താണ് നല്ല ഉണ്ടായിരിക്കുന്ന ഫീഡിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇത് കുട്ടികൾ ഹെഡേക്ക് ഉണ്ടാക്കോ? ഇത് കുട്ടികൾ ഈ പറഞ്ഞ ന്യൂമോണിയ കുട്ടികൾ ഹെഡേക്കോ ചെസ്റ്റ് പെയിനോ ഉണ്ടാക്കോ? ആലോചിച്ച് പറയുക. ഇത് കുട്ടികൾ ഹെഡേക്കോ ചെസ്റ്റ് പെയിനോ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടല്ലേ. ചെസ്റ്റ് പെയിനും ആൻഡ് ഹെഡേക്കും കുട്ടികൾ ഉണ്ടാക്കും. പക്ഷെ അത് പറയാറുണ്ടെന്നല്ലേ ഉള്ളൂ. അവർക്ക് പറയാൻ നേരെ വണ്ണം അറിഞ്ഞുകൂടാ എന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഹെഡേക്കും ചെസ്റ്റ് പെയിനും ഉണ്ടാക്കാറുണ്ട്. ഇനി സ്പൂട്ട് എങ്ങനെയായിരിക്കും? ഈ കുട്ടികൾ നന്നായിട്ട് ചുമക്കുമ്പോൾ സ്പൂട്ട് എങ്ങനെ? നല്ല തിക്കനാണോ സോഫ്റ്റ് ആണോ നല്ല കട്ടികളാണോ? തിക്കാണോ സോഫ്റ്റ് ആണോ? തിക്കല്ലേ? ആൻഡ് ടക്കീപ്നിയ
റെസ്പിറേറ്റ് കൂടും അല്ലേ? റെസ്പിറേറ്റും കൂടുതലായിരിക്കും. ആ ചെസ്റ്റ് വലിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ തോന്നാറുണ്ടോ? ഇങ്ങനെ ഈ പറഞ്ഞ ന്യൂമോണിയ വരുന്ന സമയത്ത് ആ ചെസ്റ്റ് വലിഞ്ഞ് അകത്തേക്ക് പോകുന്ന പറഞ്ഞ പേരുണ്ട്. ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാം? ആ ചെസ്റ്റ് വലിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ തോന്നുന്നതിന് പറയുന്നൊരു പേരുണ്ട്. ദ ചെസ്റ്റ് ഇൻഡ്രോയിങ് എന്നാണ് അവിടെ. ഞാൻ മലയാളം പറയുന്നത്. ദ ചെസ്റ്റ് ഇൻഡ്രോയിങ് വിളിക്കാറുണ്ടോ? ആ ചെസ്റ്റ് വലിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ഫീൽ ചെയ്താൽ വിളിക്കുന്ന പേരെന്താ? ദ ചെസ്റ്റ് ഇൻഡ്രോയിങ് എന്ന് പറയാറുണ്ട്. വേറെ സംഭവിക്കാറുണ്ടോ? അവരുടെ ദ വീസിങ് ടൈപ്പ് എങ്ങനെയാ? അവരുടെ ദ വീസിങ് ടൈപ്പ് എങ്ങനെയാ? ചോദ്യം അവിടെ നിന്നുണ്ടായിരുന്നു. എങ്ങനെയാണേ അവിടെ ദ വോയിസ് എങ്ങനെയാ? ദ ഹോഴ്സ്നെസ് ഓഫ് വോയിസ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആരെങ്കിലും സ്റ്റാഫ് നേഴ്സ് കേരള PC എക്സാമിന് ദ ഹോഴ്സ്നെസ് ഓഫ് വോയിസ്, ഹോഴ്സ്നെസ് ഓഫ് വോയിസ് ഉണ്ട് 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 ഉണ്ടല്ലോ. അതിവിടെ അല്ലേ? അതിവിടെ ദ വീസിങ് ടൈപ്പ് ചോദിക്കുമ്പോ അവിടെ ഓർമ്മിക്കേണ്ട കാര്യം അതും ഉണ്ട്. വീസിങ്ങിന് കൂടെ തന്നെ ദ ഹോഴ്സ്നെസ് ഓഫ് വോയിസും വരാൻ ചാൻസസ് ഉണ്ട്. ഇസ് എ ക്ലിയർ ഫോർ? ഇസ് എ ക്ലിയർ? ഇസ് എ ക്ലിയർ? യെസ്, എല്ലാം കഴിഞ്ഞു. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താ? ട്രീറ്റ്മെന്റ് എന്താ? ട്രീറ്റ്മെന്റ് ഓക്സിജൻ കൊടുക്കാറുണ്ട്. ഓക്സിജൻ 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 വിത്ത് ദ നാസൽ കാനലാണോ ഓർ ദ ഫേസ് മാസ്ക് ആണോ ഓർ ദ സിമ്പിൾ ഫേസ് മാസ്ക് ആണോ? ഏത് മാസ്ക് വെച്ചാടെ ഓക്സിജൻ കൊടുക്കുന്നത്? ആലോചിച്ച് പറയുക. ഓക്സിജൻ കൊടുക്കുന്നത് നാസൽ ക്യാനുല, നാസൽ ക്യാനുല, ക്യാനുല വെച്ച് കൊടുക്കും. എന്താ പൊസിഷൻ? എന്താ എന്താ പൊസിഷൻ ആലോചിക്കുക. എന്ത് പൊസിഷൻ കൊടുക്കാൻ പറ്റും? സെമി ഫോർവേഡ് പൊസിഷൻ. സെമി ഫോർവേഡ് പൊസിഷൻ ഓൺ അഫക്റ്റഡ് സൈഡ് ആണോ ഓർ അൺഅഫക്റ്റഡ് സൈഡ് ആണോ? അവിടെയും ചോദ്യമുണ്ട്. സെമി ഫോർവേഡ് പൊസിഷൻ വിത്ത് അഫക്റ്റഡ് ആണോ അൺഅഫക്റ്റഡ് ആണോ? എപ്പോഴും എക്സാമിന് ഇത് കൺഫ്യൂഷൻ ആയി പോകുന്ന കാര്യമില്ലേ? അഫക്റ്റഡ് ആണോ അൺഅഫക്റ്റഡ് ആണോ? അൺഅഫക്റ്റഡ് സൈഡിലെ അൺഅഫക്റ്റഡ് സൈഡിൽ ദ സെമി ഫോർവേഡ്. ശരിയല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ടാണ്? ആ സെക്രീഷൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയാണോ? പുറത്തോട്ട് പോകാൻ വേണ്ടിയാണോ? നമ്മൾ എപ്പോഴും അൺഅഫക്റ്റഡ് സൈഡ് ആലോചിച്ച് പറയുക. ആ കുട്ടികളിൽ വരുന്ന സെക്രീഷൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയാണോ അൺഅഫക്റ്റഡ് സൈഡ് കൊടുക്കുന്നത്? ആലോചിച്ച് പറയുക. സെക്രീഷൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയാണോ അൺഅഫക്റ്റഡ് സൈഡിൽ കിടത്തുന്നത്? ആണല്ലേ? ആണ് ആണ് യെസ്. ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റ്? എന്താ ട്രീറ്റ്മെന്റ്? എന്തൊക്കെ ഉണ്ടോ ട്രീറ്റ്മെന്റ്? ഇത്രേ ഉള്ളൂ? ഇത്രേ ഉള്ളൂ? ഇത്രേ ഉള്ളൂ? വേറെ 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 ആന്റിബയോട്ടിക്സ് കൊടുക്കാം അല്ലേ? ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാം. ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാം. സോ ഇത്ര കാര്യം പഠിച്ചു ഇന്ന്. ഇന്ന് റെസ്പിറേറ്ററിയിൽ എന്തൊക്കെ പഠിച്ചു? ഇന്ന് പീഡിയാട്രിക്കിൽ റെസ്പിറേറ്ററിയിൽ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് പഠിച്ചേതാ? ഫസ്റ്റ് പഠിച്ചേതാ? ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ അഡിനോഡൈറ്റിസ് അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ്, അഡിനോഡൈറ്റിസ്. വേറെ ഏതൊക്കെയാ? വേറെ ഏതൊക്കെയാ? ന്യൂമോണിയ. വേറെ ഏതൊക്കെയാ? ഗ്രൂപ്പ് പഠിച്ചൂടെ? ഞാൻ സ്പീഡിലൊന്ന് പറയട്ടെ. ആർക്കും കേൾക്കണോ? സ്പീഡിലൊന്ന് പറയട്ടെ. ഇത്രയും ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ സ്പീഡിൽ പറഞ്ഞു കേട്ടെ. ഒന്ന് കേൾക്കാവോ? ഈ ചറവറ ആൻസർ പറയും. ചറവറ ആൻസർ പറയും. പറ. ടോൺസിലൈറ്റിസിന് മറ്റു പേര് ഏതൊക്കെയാ? വേറെ പേരുണ്ടോ? ടോൺസിൽ അല്ലെങ്കിൽ അഡിനോയിഡിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ടോ? ലഷ്ക ടോൺസിൽ, പെരിഞ്ചൽ ടോൺസിൽ, അഡിനോയിഡ് എന്നൊക്കെ പറയാറുണ്ടല്ലേ? ആ, ഇതിൽ ചോദ്യം ഇതാണ്. അഡിനോയിഡ് ടോൺസിലിന്റെ മറ്റൊരു പേരെന്താ? അതല്ലേ ലഷ്ക? തെറ്റിക്കരുത്. അഡിനോയിഡ് ടോൺസിലിന്റെ അല്ലേ മറ്റൊരു പേര് ലഷ്ക എന്ന് പറയുന്നത്? ആലോചിച്ച് പറയുക. അഡിനോയിഡ് ടോൺസിലിന്റെ അല്ലേ മറ്റൊരു പേര് ലഷ്ക എന്ന് പറയുന്നത്? ആണോ അല്ലയോ? അഡിനോയിഡിന്റെ മറ്റൊരു പേര് ലഷ്ക
ആണ് ആണ് ആണ്. ഇനി ഇവൻ ഉണ്ടാക്കാൻ പറ്റുന്ന വൈറസിന്റെ പേരെന്താ? ദ ടോൺസിൽ ഉണ്ടാക്കാനുള്ള വൈറസിന്റെ പേര് അഡിനോയിഡ് വൈറസ്, റൈനോ വൈറസിൽ അഡിനോ ഉണ്ട്, റൈനോ ഉണ്ട്. ഇതിനാരാ DNA വൈറസ്? ആരാ DNA വൈറസ്? DNA അഡിനോ അഡിനോ. വാറിനേര റൈനോ റൈനോ റൈനോ. ഇനി ബാക്ടീരിയ ഏറ്റവും മോസ്റ്റ് കോമൺ ബാക്ടീരിയ ഏതാ? സ്ട്രെപ്റ്റോകോക്കസ് അല്ലേ? സ്ട്രെപ്റ്റോകോക്കസ് അല്ലേ? അത് ഗ്രാം പോസിറ്റീവ് അല്ലേ? അത് ഗ്രാം പോസിറ്റീവ് അല്ലേ? അല്ലേ അല്ലേ അല്ലേ? പറ ഗ്രാം പോസിറ്റീവ് അല്ലേ? ആണ്. ഇത് വന്ന ശേഷം ഫസ്റ്റ് എന്തുണ്ടാവും? ഫസ്റ്റ് സോർത്തിലോട്ട് ശേഷം എന്തുണ്ടാവും? ശേഷം നല്ല റെഡ് കളർ എന്താ അവിടെ? റെഡ് എന്താവും? ഇത് എല്ലായിടത്തും ബ്രൈറ്റ് റെഡ് ടോൺസിൽ അങ്ങ് റെഡ് കളർ ആവല്ലേ? ശേഷം നല്ല പെയിൻഫുൾ സോളെ വിളിക്കുന്ന പേരെന്താ? ഒഡിനോഫേജി വരും. ഒഡിനോഫേജി അവനെ നമ്മൾ കാർഡിനൽ സൈൻ എന്നും വിളിക്കാറുണ്ടല്ലേ? കാർഡിനൽ സൈൻ എന്നും വിളിക്കാറുണ്ട്. ശേഷം ഫീവർ വരാം, ഹാലോട്ടോസിസ് വരാം, ഫൗൾ സ്മെൽ അതല്ലേ, അതും വരാം. ഇനി ചോദിക്കും കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു തന്നു. കോംപ്ലിക്കേഷൻ പസ് വരുന്ന വിളിക്കുന്ന പേരെന്താടെ? ടോൺസിന് ചുറ്റും പസ് കളക്ഷൻ ഉണ്ടാവും. വിളിക്കുന്ന ചോദ്യം ക്യൂൻസെലി. മറ്റൊരു പേര് പെരിടോൺസിലർ ആബ്സസ്. ചോദ്യം കേരള PC പ്രീവിയസ് ഇയർ ചോദ്യമായിരുന്നു. ഞാൻ പിന്നെയും പറഞ്ഞ കാര്യം. യെസ്. അടുത്ത ടൈപ്പ് ഓഫ് ദ ഡയറ്റ് എങ്ങനെയാ? എന്ത് ടൈപ്പ് ഡയറ്റ്? സോഫ്റ്റ് ഡയറ്റ് അല്ലേ? സോഫ്റ്റ് ഡയറ്റ്. ഇനി സർജിക്കൽ എന്താ? ടോൺസിലെക്ടമി ആണെങ്കിൽ അത് എപ്പോ ചെയ്യണം? ചോദ്യം അവിടെ ഉണ്ട്. ടോൺസിലെക്ടമി എപ്പോ ചെയ്യണം? 2 വയസ്സിനിടയിൽ 6 പ്രാവശ്യം ടോൺസിലൈറ്റിസ് വന്നാൽ 2 വയസ്സിനിടയിൽ 6 പ്രാവശ്യം ടോൺസിലൈറ്റിസ് വന്നാൽ ചെയ്യണം. അത് അഡിനോഡക്ടമി എപ്പോ ചെയ്യും? 4 വയസ്സിനിടയിൽ. 4 വയസ്സ്. എന്ത് പൊസിഷൻ എന്താ? ദ ടോൺസിലെക്ടമി പൊസിഷൻ സെമി പ്രോൺ അല്ലെങ്കിൽ സൈഡ് ലൈൻ. ഇനി നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്യണം? സ്റ്റാഫ് നേഴ്സ് എന്ത് ഒബ്സർവ് ചെയ്യണം? ഹെമറേജ് ഒബ്സർവ് ചെയ്യണം. ഇനി അവിടെ എന്തൊക്കെ റെസ്ട്രിക്ട് ചെയ്യണം? കഫിങ്ങും സ്നീസിങ്ങും റെസ്ട്രിക്ട് ചെയ്യണം. കാരണം എന്താ? ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ? ഇനി ഫുഡ് ആയിട്ട് എന്ത് റെസ്ട്രിക്ട് ചെയ്യണം? ഫുഡ് ഇത് മിൽക്ക് ആണോ? മിൽക്ക് പ്രോഡക്ട്സും റെസ്ട്രിക്ട് ചെയ്യണം. ഇത് എന്ത് കണ്ടീഷനാ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ കണ്ടീഷൻ ഏതാ? ഇത്രയും എവിടെ പഠിച്ചത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയാൻ കാരണം ഇനി എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറയാം. യെസ്. അടുത്ത ഗ്രൂപ്പ് പഠിച്ചല്ലേ? ഗ്രൂപ്പ് പഠിച്ചു. അത് മറ്റു പേരെന്തൊക്കെയാ? ഇപ്പോഴേ റിവിഷൻ ചെയ്ത് പോട്ടോ. ഞാൻ പിന്നെയും പറഞ്ഞാൽ തയ്യാറാണ്. 100 പ്രാവശ്യം തയ്യാറാണ്. പഠിക്കണം. ഇറ്റ്സ് LTB, ദ ലെറിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ് അല്ലേ? ദ ലെറിസിലും ട്രക്കിയിലും ബ്രോങ്കിയിലും എല്ലാം കൂടെ ഇൻഫ്ലമേഷൻ വന്ന് വിളിക്കുന്ന പേരിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രക്കിയിലും ലരിഞ്ചിയലും ആൻഡ് ബ്രോങ്കിയിലും എല്ലാം കൂടെ ഇൻഫ്ലമേഷൻ വന്നാൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. സോ ദ ബാർക്കിംഗ് കഫ് കാണപ്പെടുന്ന എവിടെയാ? ചോദിക്കും ബാർക്കിംഗ് കഫ് കാണപ്പെടുന്ന എവിടെ? ഗ്രൂപ്പ് അല്ലേ? 6 മാസവും 5 വയസ്സിനിടയിൽ കാണപ്പെടുന്ന 6 മാസവും 5 വയസ്സിനിടയിൽ നല്ല ബാർക്കിംഗ് കഫ്, അത് ഗ്രൂപ്പാണ്. ഇനി സ്റ്റിഡർ ഉണ്ടാവാൻ വേറെന്നുണ്ടോ? വേറെന്നുണ്ടോ? നല്ല ഹൈ പിച്ച് വീസിങ് സൗണ്ട് ആണോ സ്റ്റിഡർ എന്ന് പറയുന്നത്? ആണോ? ഇനി ഈ പറഞ്ഞ ഗ്രൂപ്പ് അത് ഈ പറഞ്ഞ എന്താ? ട്രക്കിയിലും ഓർദ ലരിഞ്ചസിലും വന്ന് വിളിക്കുന്ന പേരെന്താ? ഇതേ ഗ്രൂപ്പ് ട്രക്കിയിലും ഓർദ ലരിഞ്ചോ ബ്രോങ്കൈറ്റിസിൽ വരികയാണ് വിളിക്കുന്ന പേരെന്താ? ഇതേ ഗ്രൂപ്പ് ട്രക്കിയിലും ലരിഞ്ചിലും ആൻഡ് ബ്രോങ്കിയിലും കൂടെ ചേർന്ന് വന്ന് വിളിക്കുന്ന ഫാൾസ്. അവനുണ്ടാക്കാൻ കാരണക്കാരൻ വൈറസിന്റെ പേരെന്താ? പാരാ ഇൻഫ്ലുവൻസ ടൈപ്പ് 1 അല്ലേ? പാരാ ഇൻഫ്ലുവൻസ ടൈപ്പ് 1ഉം റെസ്പിറേറ്ററി സെൻസിറ്റൈൽ വൈറസും ഇൻഫ്ലുവൻസ വൈറസും ആണ് മേജർ വൈറസ് എന്ന് ഓർമ്മയുണ്ടോ? അറിഞ്ഞില്ല? കിട്ടിയോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇനി അടുത്ത ഇപ്പഴത്തെ ക്ലിനിക്കൽ ഫീച്ചർ എന്തൊക്കെയാ? ഫീവർ എങ്ങനെ? ഫീവർ ഹൈ ഗ്രേഡ് ഫീവർ ആണോ? ഹൈ ഗ്രേഡ് ആണോ? വരാം.
സൈനോസ് വരാമോ? സൈനോസിസ് വരാമോ? സൈനോസ് വരാം. യെസ്. ഇനി പറഞ്ഞ ഫ്ലൂയിഡ് കൊടുക്കാം. ഫ്ലൂയിഡ്, ഓറൽ ഫ്ലൂയിഡ് കൊടുക്കാം. ആന്റിബയോട്ടിക്സ് കൊടുക്കാം. അത് കഴിഞ്ഞു. അടുത്ത ന്യൂമോണിയ പറഞ്ഞു. അത് സംഭവം എന്താ? ഇൻഫ്ലമേഷൻ ആണ്. കട്ടി പിടിക്കുന്ന വാക്കിന്റെ മീനിങ് എന്താ? ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കൺസോൾട്ടേഷൻ. യെസ്, കൺസോൾട്ടേഷൻ എന്നും പറഞ്ഞു. ഇനി ദ ടൈപ്സ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ത് പറഞ്ഞു തന്നു? ദ വൈറൽ ന്യൂമോണിയ പറഞ്ഞു തന്നു. അതിന്റെ വൈറസിന്റെ പേരെന്താ? RSV വൈറസ് അല്ലേ? RSV വൈറസ് ഉണ്ട്, അഡിനോ വൈറസ് ഉണ്ട്, പാരാ ഇൻഫ്ലുവൻസ ഉണ്ട്, ഇൻഫ്ലുവൻസ ഉണ്ട്. ഇനി ഇത് ബാക്ടീരിയൽ ന്യൂമോണിയ ആണെങ്കിൽ ഇത് വരാം. ന്യൂമോകോക്കസ് ആണ് മോസ്റ്റ് കോമൺ. ന്യൂമോകോക്കസ് ആണ് മോസ്റ്റ് കോമൺ. ആൻഡ് കെമിക്കൽ ആണെങ്കിൽ സബ്സ്റ്റൻസ് ഏതാ? കെരോസിൻ ആണോ കെമിക്കൽ? കെരോസിൻ ഓർമ്മയുണ്ട്. ഇനി അടുത്ത അനാട്ടമിക് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ലോബാർ അല്ലെങ്കിൽ ലോബുലാർ അല്ലേ? ഇത് ലങ്സിന്റെ ഒന്നോ അതിലധികമോ ദ ലോബ്സിനെ അഫക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ലങ്സിന്റെ ഒന്നോ അതിലധികമോ ദ ലോബ്സിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോബാർ അല്ലെ? ലങ്സിന്റെ ഒന്നോ അതിലധികമോ ലോബ്സിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോബാർ എന്ന് വിളിക്കാം അല്ലേടെ? ഈ താഴോട്ട് എന്താണ്? ട്രക്കിയുടെ താഴോട്ട് സ്മാളർ ഏരിയയിലോട്ട് പോയി വിളിക്കാം. ട്രക്കിയുടെ താഴോട്ട് സ്മാളർ ഏരിയ, സെവറൽ ലോബ്സിലോട്ട്, പല ലോബുകളിലായിട്ട് ചെറിയ ലോബുകൾ അഫക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ഏറ്റവും ചെറിയ ലോബ് അഫക്ട് വിളിക്കപ്പെടുന്നതാണ് ഇത് ബ്രോങ്കോ അല്ലെ? ബ്രോങ്കോ എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിനെ പറയുന്ന പേരുണ്ട്, ദ ടെർമിനൽ ബ്രോങ്കിയൽ അല്ലേ? ദ ടെർമിനൽ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കാം. ഇനി ദ ലങ്സിന്റെ ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസിൽ അഫക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ലങ്സിന്റെ ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസിൽ കയറി ന്യൂമോണിയ വന്നാൽ വിളിക്കുന്ന പേരെന്താ? ഇൻഡസ്ട്രീഷ്യൽ ന്യൂമോണിയ അല്ലേ? ശരിയല്ലേ? ഇനി ഈ മൂന്നും കഴിഞ്ഞു. അവിടെ ഫീവർ ആണോ? ഫീവർ ഹൈ ഗ്രേഡ് ഫീവർ കാണാം അല്ലേ? ഹൈ ഗ്രേഡ് ഫീവർ കാണാം. യെസ്. ഇനി ദ ഹോഴ്സ്നെസ് ഓഫ് വോയിസ് കാണപ്പെടുന്ന എവിടെ? ചോദിക്കും. ദ ഹോഴ്സ്നെസ് ഓഫ് വോയിസ് കാണപ്പെടുന്ന എവിടെയാ? എവിടെ കാണും? ന്യൂമോണിയ. സോ ഇന്ന് പഠിച്ച ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇന്ന് പഠിച്ച ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ചോദ്യം ഉണ്ടായിരിക്കും, എഴുതണം. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു.